എന്നിവയെ സമന്വയിപ്പിച്ചുകൊണ്ട് പരിസ്ഥിതി പുനരുദ്ധാരണ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രമുഖയായ ഒരു ഗവേഷകയാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ഡോക്ടർ സാഗ്ന. ജലാശയങ്ങളിലെ ജൈവവൈവിധ്യം, ഫീൽഡ് എക്കോളജി, എക്കോസിസ്റ്റം റിസ്റ്റോറേഷൻ എന്നീ മേഖലകളിൽ മികച്ച വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രഗത്ഭയായ ഒരു ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ സാഗ്ന. നിലവിൽ ബംഗളൂരുവിലെ പ്രശസ്തമായ അശോക ട്രസ്റ്റ് ഫോർ റിസർച്ച് ഇൻ ഇക്കോളജി ആൻഡ് ദ എൻവയോൺമെന്റ് എന്ന സ്ഥാപനത്തിൽ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് അസോസിയേറ്റായി അവർ സേവനമനുഷ്ഠിച്ചു വരുന്നു. നഗരങ്ങളിലെ തടാകങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ സാഗ്നയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ ഏറെ മാതൃകാപരമാണ്. ബംഗളൂരുവിലെ 32ലധികം നഗര തടാകങ്ങളുടെ പാരിസ്ഥിതിക പശ്ചാത്തലത്തെക്കുറിച്ചും അവർ കൃത്യമായ പഠനം നടത്തുകയുണ്ടായി. തകർച്ച നേരിടുന്ന ജലാശയങ്ങളെ പ്രകൃതിദത്ത മാർഗങ്ങളിലൂടെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത റിവൈവ് എന്ന വെബ് അധിഷ്ഠിത പ്ലാറ്റ്ഫോമിന്റെ നിർമ്മാതാവ് കൂടിയാണ് ഇവർ. അതോടൊപ്പം തന്നെ ബംഗളൂരുവിലെ നഗരസഭയുടെ ഹരിത അടിസ്ഥാന സൗകര്യ വികസന നയരേഖകൾ തയ്യാറാക്കുന്നതിൽ ഒരു സാങ്കേതിക വിദഗ്ധയായും ഇവർ പ്രവർത്തിച്ചു വരുന്നു. സസ്യശാസ്ത്രത്തിലും പരിസ്ഥിതി ശാസ്ത്രത്തിലുമുള്ള ഡോക്ടർ സാഗ്നയുടെ അക്കാദമിക യാത്രയും ഗവേഷക മികവും ഏറെ ശ്രദ്ധേയമാണ്. കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും ബോട്ടണിയിൽ PhD കരസ്ഥമാക്കിയ ഇവർ സസ്യങ്ങളുടെ വേരുകൾ എളുപ്പത്തിൽ വളർത്തുന്നതിനായുള്ള ഒരു പുതിയ മാധ്യമം വികസിപ്പിച്ചെടുക്കുകയും അതിനായി താത്കാലിക പേറ്റന്റ് നേടുകയും ചെയ്തിട്ടുണ്ട്. വയനാട്ടിലെ കാട്ടുനായ്ക്ക ഗോത്രവിഭാഗങ്ങളുടെ പരമ്പരാഗത ഔഷധ വിജ്ഞാനത്തെക്കുറിച്ചുള്ള പഠനത്തിലും അവർ സജീവമായി പങ്കാളിയായിട്ടുണ്ട്. ഗവേഷണ മേഖലയിൽ മികവിന് നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഡോക്ടർ സാഗ്ന മികച്ച ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ കൂടിയാണ്. ലണ്ടനിലെ പ്രശസ്ത റോയൽ ബൊട്ടാണിക് ഗാർഡൻസിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് സസ്യങ്ങളുടെ ചിത്രങ്ങൾ സംഭാവന ചെയ്യുന്നതിൽ ഡോക്ടർ സാഗ്ന പങ്കാളിയാണ്. തടാകങ്ങളുടെ ശുദ്ധീകരണം, ജൈവ വൈവിധ്യ സംരക്ഷണം, പ്രകൃതിദത്ത പരിഹാരങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ആഴത്തിലുള്ള അറിവും ഡോക്ടർ സാഗ്നയുടെ സാന്നിധ്യം നമുക്ക് ഏവർക്കും വലിയ ഒരു അറിവായിരിക്കും എന്നതിൽ നമുക്ക് ഏവർക്കും സംശയമില്ലാത്ത കാര്യമാണ്. ഏറെ ആദരവോടെയും സ്നേഹത്തോടെയും നമ്മൾ ഇന്നത്തെ ഈ പ്രസന്റേഷനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സെഷനിലേക്ക് ഡോക്ടർ സാഗ്നയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒപ്പം ഈ സെഷനിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാ അതിഥികളെയും നമ്മുടെ എല്ലാ ശ്രോതാക്കളെയും ക്ഷണിക്കുകയാണ്. നമുക്ക് ഈ പ്രസന്റേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കുള്ള ആശയ പ്രകടനങ്ങളും നിങ്ങൾക്കുള്ള സംശയങ്ങളും ഒക്കെ നമ്മുടെ അതിഥിയായിട്ട് ചോദിക്കാം. സോ അവസാനത്തെ 10 മിനിറ്റ് നമുക്ക് അതിനുവേണ്ടി തയ്യാറാക്കാം. ഓക്കെ, സോ നമ്മുടെ ഗസ്റ്റിലേക്ക് സെഷൻ കൈമാറുകയാണ്. താങ്ക് യു. താങ്ക് യു മുഹമ്മദ് ആഷിഫ്. അതൊരു ഇച്ചിരി വലിയ ഇൻട്രൊഡക്ഷൻ ആയി പോയി. താങ്ക് യു. എനിവേ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? ഹലോ, നമുക്ക് തുടങ്ങാം. കാണാമോ ഇപ്പോ? ഓക്കെ. അപ്പം ഇന്ന് ടോപ്പിക് എല്ലാവർക്കും ഓൾറെഡി നോട്ടീസ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ? റീതിങ്കിങ് റീസ്റ്റോറേഷൻ എന്നുള്ള ടോപ്പിക്കിലാണ് ഞാൻ ഇന്നിപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരുവിധം പരിചയമുള്ള ഒരു വാക്കാണ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഓരോ ടേമിലും ഓരോ വാക്കുകളുണ്ട്, ഓരോ ബസ് വേർഡ്സ് ഉണ്ട്. കുറച്ച് നാളത് ഹരിതഗ്രഹ ഇത് ഗ്ലോബൽ ഹൗസ് എഫക്ട്, പിന്നെ ക്ലൈമറ്റ് ചേഞ്ച്, പിന്നെ അങ്ങനെ ഇപ്പൊ അതുപോലെ ഇപ്പോ ഒരുവിധം പ്രശസ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് റീസ്റ്റോറേഷൻ. അതുപോലെ തന്നെ നേറ്റീവ് പ്ലാന്റ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ ഇന്നിവിടെ റീസ്റ്റോറേഷൻ അഥവാ പുനരുജ്ജീവനം
അതിനെ ഒന്നുകൂടെ ഒരു പുനർചിന്തനം ചെയ്യാനായിട്ടുള്ള ഒരു രീതിയിലാണ് ആഗ്രഹിക്കുന്നത്. അപ്പം എന്റെ ടോക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളിൽ ഞാൻ ഒരു ക്രിട്ടിക്കലായിട്ട് അതിനെ ചിന്തിച്ച് പിന്നീട് അതിനെ എന്തുകൊണ്ട് അതിന്റെ സക്സസിലേക്ക് നമ്മൾ എങ്ങനെ പൂർണ്ണമായിട്ട് എത്താം എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഇതൊരു വൺ വേ ടോക്ക് ആയിട്ട് മാത്രം ചുരുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം, എന്നേക്കാൾ കൂടുതൽ അറിവുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഞാനിപ്പോ ഈ ഒരു മേഖലയിൽ കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് പരസ്പരം, അതായത് ഞാൻ സംസാരിക്കുന്നതിനിടയിൽ എപ്പോ വേണമെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. പരസ്പരം നമുക്ക് ആശയവിനിമയം നടത്തിക്കൊണ്ട് ഈ ഒരു പ്രസന്റേഷൻ മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ റീസ്റ്റോറേഷൻ അഥവാ പുനരുജ്ജീവനം എന്നുള്ള വാക്കിനെ പറ്റി നമ്മൾ ഒത്തിരി അധികമായിട്ട് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് കടന്നു വരാൻ ആവശ്യമായിട്ടുള്ള ഒരു ബേസിക് കാര്യങ്ങൾ അതിനെപ്പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് വിശദീകരിച്ചു പോവാം. അപ്പോൾ ഇക്കോ സിസ്റ്റം എന്നുള്ളതാണ് ആദ്യം ഞാൻ അതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നത്. ഇക്കോ സിസ്റ്റം നമ്മൾ എല്ലാവരും ചെറിയ ക്ലാസ്സുകളിൽ തൊട്ടേ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇക്കോ സിസ്റ്റം അഥവാ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഒരു ആവാസ വ്യവസ്ഥ എന്നുള്ളത്, അല്ലേ? എന്താ ആ ഒരു വാക്ക് തന്നെ ഇക്കോ പ്ലസ് സിസ്റ്റം എന്നാണ്. ആവാസ വ്യവസ്ഥ ഒരു വ്യവസ്ഥയാണത്, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണത്. എന്തിന്റെ സിസ്റ്റം എന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും ചുരുക്കി നമ്മൾക്ക് അത് പറയാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, ഒട്ടും എന്താ പറയാ, സാധാരണ നമ്മൾ ഒരു സംസാര ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള കുറച്ച് വസ്തുക്കളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അവരുടെ ഇന്ററാക്ഷൻസ്, അതുമൂലം ഉണ്ടാകുന്ന അതൊരു പ്രത്യേക ഒരു സെറ്റ് ഓഫ് റൂളിനകത്ത് ഒരു ഓർഡറിൽ ഉണ്ടാവുന്ന ആ ഒരു ഇന്ററാക്ഷനെയാണ് നമ്മളൊരു ഇക്കോ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ചുരുക്കി കൊണ്ടുവരിക. അതായത് ഒരു 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 പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി നമ്മൾ എടുക്കുവാണെങ്കിൽ അതിനകത്ത് ചെടികൾ ഉണ്ടാവാം, ജീവികൾ ഉണ്ടാവാം, ഏറ്റവും ചെറിയ മൈക്രോ ഓർഗാനിസംസ് മുതൽ ഏറ്റവും വലിയ ഓർഗാനിസം വരെ അവർ തമ്മിലുള്ള പരസ്പരമുള്ള അവരുടെ ഇന്ററാക്ഷൻസ്, പിന്നെ ഈ ഓരോ ജീവികളും അവരുടെ ചുറ്റുപാടുമായിട്ട് വെള്ളമായിട്ടും മണ്ണായിട്ടും സൂര്യപ്രകാശമായിട്ടും ന്യൂട്രിയൻസുമായിട്ടും ഒക്കെയുള്ള പരസ്പരമുള്ള ആ ഒരു ഇടപഴകലിനെയാണ് നമ്മൾ ആ ഒരു ഇക്കോ സിസ്റ്റം എന്നുള്ള ഒരു വാക്കിലേക്ക് ചുരുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഇനി അങ്ങോട്ട് നമ്മൾ റീസ്റ്റോറേഷനെ പറ്റി സംസാരിക്കുമ്പോഴൊക്കെ ഈ ഒരു സിസ്റ്റം കൺസെപ്റ്റ് നമ്മുടെ ഉള്ളിലേക്ക് വരണം. നമ്മൾ പൊതുവെ നമ്മൾ ഒരു ഇക്കോ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞു പോകുന്നതിനേക്കാൾ ഉപരിയായിട്ട് അതെന്താണ്, ആ വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണെന്നുള്ള ഒരു പൂർണ്ണ ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പുനരുജ്ജീവനത്തിനെ പറ്റി കൂടുതൽ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇക്കോ സിസ്റ്റത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ IUCN ഏകദേശം ഒരു 110 യൂണിക് ഇക്കോ സിസ്റ്റത്തിനെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ മേജർ ആയിട്ട് വരുന്നത് ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം, നമുക്ക് എല്ലാവർക്കും അറിയാം. മെറൈൻ ഇക്കോസിസ്റ്റം, ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റം, സബ്ടെറേനിയൻ ഇക്കോസിസ്റ്റം, അങ്ങനെ ഒത്തിരി വിവിധ തരം ഇക്കോസിസ്റ്റംസ് ഉണ്ട്. അപ്പം ഈ ഇക്കോസിസ്റ്റം റിസ്റ്റോറേഷൻ അഥവാ ആവാസ വ്യവസ്ഥയുടെ പുനരുജ്ജീവനം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത്? എന്തിനാ നമ്മൾ ആവാസ വ്യവസ്ഥയെ പുനരുജ്ജീവനം ചെയ്യുന്നത്? അതുകൊണ്ട് നമുക്ക് എന്താ ലഭിക്കാൻ പോകുന്നത്? അപ്പൊ നമ്മൾ ഇപ്പൊ എന്ത് പറയുമ്പോഴും, ഇപ്പൊ ഒരു ഫോറസ്റ്റ് ലാൻഡ് റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാലും, ഒരു ലേക്കിന്റെ റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാലും, അതുപോലെ ഒരു പുൽമേടിന്റെ റിസ്റ്റോറേഷൻ അല്ലെങ്കിൽ പുൽമേടിന്റെ പുനരുജ്ജീവനം എന്ന് പറയുമ്പോഴും ഈ ഓരോ പുനരുജ്ജീവനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഓരോ ആവാസ വ്യവസ്ഥയുടെ പുനരുജ്ജീവനം. അപ്പൊ അവിടെ എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ പുനരുജ്ജീവനം ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അവിടെ നമ്മൾ ഓരോ ഇക്കോസിസ്റ്റം, ഓരോ ആവാസ വ്യവസ്ഥ, നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ഒരു പരസ്പരം അവരുടെ ആ ഒരു ഇന്ററാക്ഷൻ, അവർ തമ്മിലുള്ള ആ ഒരു ഇടപെടലുകൾ, ആ ഇടപെടലുകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള തകരാറ് സംഭവിക്കുമ്പോഴോ, ഏതെങ്കിലും രീതിയിൽ അതിന് ഡാമേജ് ആവുമ്പോഴോ, ഡീഗ്രേഡ് ചെയ്യപ്പെടുമ്പോഴോ നമുക്കതിനെ തിരിച്ച് ആ രീതിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാ? കാരണം ഏതൊരു ആവാസ വ്യവസ്ഥ നമ്മൾ എടുത്തു നോക്കുമ്പോഴും ഓരോ ജീവികളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കാണ്. നമ്മൾ മനുഷ്യരടക്കം നമുക്ക് ഒരു ഒറ്റ വ്യക്തിയായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ പരസ്പരം മനുഷ്യരോടും ജീവികളോടും മരങ്ങളോടും എല്ലാത്തിനോടും നമ്മൾ ഇടപെട്ടിട്ട് വേണം നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ. ആ ഇടപെടലുകൾക്ക് വരുന്ന തകരാറ് നമ്മളുടെ മുന്നോട്ടുള്ള നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇക്കോ സിസ്റ്റം അഥവാ ആവാസ വ്യവസ്ഥയുടെ പുനരുജ്ജീവനം എന്ന് പറയുന്നത് അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇവിടെ നമ്മൾ ഒരു ഡെഫിനിഷനായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് ഒരു റിക്കവറി ആണ്. അതായത് നമ്മൾ അതിനെ എന്താ പറയാ, പുനർനിർമ്മാണം ചെയ്തെടുക്കുന്നു ഒരു ആവാസ വ്യവസ്ഥനെ. അപ്പൊ റിക്കവറി എന്നത് പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്
ഒരു ആവാസ വ്യവസ്ഥ അത് നശിച്ചു പോകുമ്പോൾ അതിന്റെ പഴയ സ്ഥിതി എന്ന് പറയുമ്പോൾ അവിടെ ഒത്തിരി നമുക്കൊരു ഒരു ക്വസ്റ്റ്യനബിൾ ആണത്. കാര്യം നമുക്ക് ഒരു കാര്യത്തിനെ കാര്യം നമ്മൾ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒത്തിരി ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്, ചുറ്റുപാട് ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഒരു പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നതിനേക്കാൾ ആപ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ചും കൂടി ഒരു നല്ല വാക്ക്, ഞാൻ ഇപ്പോഴും റീസ്റ്റോറേഷൻ എന്ന് പറയുമ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വാക്ക് റീജൂവിനേഷൻ എന്നാ പറയാ. അതായത് അതാണ് കറക്റ്റ് ആയിട്ട് ഒരു പുനരുജ്ജീവനം എന്നുള്ളതിന്റെ ഒരു അർത്ഥം പൂർണ്ണമായിട്ട് കൊടുക്കുന്നത്. റീജൂവിനേറ്റ് ചെയ്യുക നമ്മൾ ചെയ്യാം. അതായത് നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥനെ തിരിച്ച് ഒരു ഹെൽത്തി കണ്ടീഷനിലോട്ട് അത് ഫങ്ഷനിങ് സ്റ്റേറ്റിലേക്ക് അതിനെ കൊണ്ടുവരണം. അതാണ് ഈ റിസ്റ്റോറേഷൻ അഥവാ റിക്കവറി എന്നുള്ളത് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ കൊണ്ടുവരുന്നത്? അതായത് റെസിലിയൻസിന് വേണ്ടി, സ്വയം ഒരു പ്രതിരോധം വേണം അതിന്. അതായത് നമ്മൾ ഈ പുനരുജ്ജീവനം ചെയ്തെടുക്കുന്ന ഓരോ ആവാസ വ്യവസ്ഥയും ഭാവിയിൽ വരുന്ന ഏതൊരു പ്രതിസന്ധിയെ നേരിടാനായിട്ട് സജ്ജമായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യത്തിന് നമ്മൾ അതിനെ പുനരുജ്ജീവനം ചെയ്തെടുക്കുന്നത് കൊണ്ട് യാതൊരു ഫലവും ഇല്ല. കാര്യം നമ്മൾ പിന്നെയും അതിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ അത് പാടില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കറക്റ്റ് ആയിട്ടുള്ള റെസിലിയന്റ് ആയിട്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പുനരുജ്ജീവനമാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. ഇത് നമ്മൾ പുനരുജ്ജീവനം ചെയ്യുമ്പോൾ അതില് കൺസേർവ് ചെയ്യപ്പെടേണ്ട ഒരു വിഭാഗമാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ ഇക്കോസിസ്റ്റത്തിന്റെ ഡെഫിനേഷനിലോട്ട് പോവുകയാണെങ്കിൽ ജീവികള്, അതായത് വിവിധ തരം ജീവികള്, അതുപോലെ അജൈവിക വസ്തുക്കളും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അവിടെ വരുന്നതാണ് ഈ ബയോഡൈവേഴ്സിറ്റി. അപ്പൊ എത്രത്തോളം ഡൈവേഴ്സ് അല്ലെങ്കിൽ എത്രത്തോളം വൈവിധ്യങ്ങളുണ്ടോ അത്രത്തോളം സ്ട്രോങ് അല്ലെങ്കിൽ അത്രത്തോളം കൂടുതൽ ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ കൂടുതൽ ബന്ധങ്ങൾ ഈ ആവാസ വ്യവസ്ഥയിൽ പരസ്പരം ഉണ്ടാവും. അപ്പം എത്രത്തോളം ഡൈവേഴ്സിറ്റി ഉണ്ടാവുന്നോ അത്രത്തോളം സ്ട്രെങ്ത് അഥവാ അത്രത്തോളം സ്വയം പ്രതിരോധ ശക്തി ഈ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് കിട്ടും. അപ്പൊ നമ്മള് ഈ ഇക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിന്റെ പഴയ അവസ്ഥയിലേക്ക് റിക്കവർ ചെയ്ത് ഭാവിയിൽ വരുന്ന അപകടങ്ങളെ തരണം ചെയ്യാൻ പ്രാപ്തമാകുന്ന രീതിയിൽ അതിന്റെ ബയോഡൈവേഴ്സിറ്റിനെ കൂടെ കൺസർവ് ചെയ്ത് എടുക്കുന്നതിനെയാണ് നമ്മൾ ഇക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ റീസ്റ്റോറേഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും കൂടെ കടന്നു വരുന്ന ഒരു വാക്കാണ് കൺസർവേഷൻ. എന്താണ് കൺസർവേഷനും റീസ്റ്റോറേഷനും തമ്മിലുള്ള വ്യത്യാസം? അല്ലെങ്കിൽ ഇത് ഒരേ ഒരു വാക്കാണോ അല്ലെങ്കിൽ ഒരുപോലെയാണോ രണ്ടിന്റെയും അർത്ഥം വരുന്നത്? ഒരിക്കലും അല്ല. കാര്യം റിസ്റ്റോറേഷൻ എന്ന് പറയുന്നത് നമ്മൾ റീസ്റ്റോർ ചെയ്യാണ്, ആ വാക്കിൽ തന്നെയുണ്ട് റീസ്റ്റോർ ചെയ്യുന്നു. കൺസർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇൻടാക്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്നിനെ അഥവാ നമ്മൾ ഭാവിയിൽ നശിച്ചു പോകാൻ സാധ്യതയുള്ള ഒന്നിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നതാണ് കൺസർവ് ചെയ്യുക എന്ന് പറയുന്നത്. അതേസമയം റിസ്റ്റോറേഷൻ എന്ന് പറയുന്നത് അതൊരു നമ്മുടെ ശ്രമമാണ്. ഓൾറെഡി ഡാമേജ് ആയിരിക്കുന്നതിനെ തിരിച്ച് റിപ്പയർ ചെയ്തെടുക്കാനുള്ള ഒരു ശ്രമമാണ് റിസ്റ്റോറേഷൻ. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിസ്റ്റോറേഷൻ ഒക്കെ ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഈ ആവാസ വ്യവസ്ഥ ഫ്യൂച്ചറിൽ വരുന്ന ഇതിനൊക്കെ നമ്മൾ നേരിടാൻ തയ്യാറായിട്ടിരിക്കണം, ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അപ്പം സ്റ്റഡീസ് വെച്ചിട്ട് പറയുന്നത് ഏകദേശം 75% ഭൂമിയുടെ ലാൻഡ് സർഫസ് സിഗ്നിഫിക്കന്റ് ആയിട്ട് അൾട്ടേർഡ് ആയിപ്പോയി. അതായത് മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. നമുക്കറിയാം ഒത്തിരി ഓരോ ദിവസവും, അതായത് പണ്ടൊക്കെ നമ്മളൊരു നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് അത്രയും സമയം എടുത്തിരുന്നത്, ഇപ്പൊ ഈ നെക്സ്റ്റ് ജനറേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു വാക്ക്, നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ള ഒരു വാക്കിന്റെ കാലാവധി വളരെ ചുരുങ്ങിക്കൊണ്ടിരിക്കുക. അത്രത്തോളം സ്പീഡിലാണ് നമ്മുടെ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രത്തോളം ഡെവലപ്മെന്റ് മൂലം നമ്മുടെ ലാൻഡിന്റെ ഏകദേശം 75% അതിന്റെ പൂർവ്വസ്ഥിതിയിൽ നിന്ന് മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ 85% ഗ്ലോബൽ വെറ്റ്ലാൻഡ് ഏരിയ കഴിഞ്ഞ 300 വർഷങ്ങൾക്കിടയിൽ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇതിനെയെല്ലാം ആശ്രയിച്ചു കഴിയുന്ന ഏകദേശം 3.2 ബില്യൺ ആളുകളുടെ ജീവിതം ഇതിനെല്ലാം ആശ്രയിച്ചു കഴിയുന്ന അവരുടെ ജീവിതവും ഇതുമൂലം ബുദ്ധിമുട്ടാവുകയാണ്. നമ്മളെപ്പോഴും സംസാരിക്കും ഈ ആവാസ വ്യവസ്ഥ തകരാറിലാവുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഹ്യൂമാനിറ്റിയുടെ നഷ്ടം കൂടിയാണ്. നമുക്ക് ക്ലീൻ വാട്ടർ, അതായത് നമുക്ക് നല്ല വെള്ളം, അത് നമ്മളിപ്പം ലോകത്തിന്റെ പല ഏരിയയിലും നമ്മളിപ്പം പണ്ടൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിലെ ടീച്ചേഴ്സ് ഒക്കെ പറയാറുണ്ട് നമുക്ക് വെള്ളമൊക്കെ കാശ് കൊടുത്ത് വാങ്ങുന്നത്. കാര്യം അതൊന്നും അത് അത്ര കോമൺ അല്ല. പക്ഷെ നമ്മൾ വളർന്നു വരുമ്പോൾ അത് കാണുമ്പോൾ അത്രയും വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ നടക്കുമ്പോൾ ഇനി വരാൻ പോകുന്നത് നമ്മുടെ എയർ ആയിരിക്കും കാശ് കൊടുത്ത് വാങ്ങി. ഇപ്പൊ ഓൾറെഡി നടന്നു കഴിഞ്ഞു അത്. ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അതായത് അത്രത്തോളം വായു മലിനീകരണപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ പണ്ടൊക്കെ നമ്മൾ അത്രത്തോളം എന്താ പറയാ, നമ്മൾ ഒട്ടും വിലയില്ലാതെ കരുതിയിരുന്ന വസ്തുക്കളൊക്കെ നമ്മൾ വില കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലീൻ വാട്ടർ, ഫുഡ് സെക്യൂരിറ്റി,
നമ്മുടെ ക്ലൈമറ്റിന്റെ റെഗുലേഷൻ ഇപ്പൊക്കെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോഴും ഒരു ഏസ്തെറ്റിക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാ. നമ്മൾക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇഷ്ടമുള്ള ഒരു മരങ്ങൾ നമ്മൾ ഒരിക്കലും ഒരു സിസ്റ്റം ലെവലിൽ തിങ്ക് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒത്തിരി ക്ലൈമറ്റിലെ വ്യത്യാസങ്ങൾ നമുക്ക് ഒത്തിരി കാണാൻ പറ്റും. ഒരു സമയത്തിന് മഴ കിട്ടുന്നില്ല. ഇപ്പൊ തന്നെ നമ്മുടെ മൺസൂണിൽ ഒത്തിരി ചേഞ്ച് വന്നു. കൂടുതൽ നീണ്ട വരൾച്ച. അപ്പം ഇതൊക്കെ പണ്ടൊക്കെ ക്ലൈമറ്റ് റെഗുലേഷൻ എന്ന് പറയുമ്പോൾ ഒത്തിരി കാലങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു സംഭവമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നടക്കുന്ന ഒരു സംഭവമായിട്ട് ക്ലൈമറ്റ് എല്ലാം മാറിക്കഴിഞ്ഞു. അതുപോലെ ഡിസീസ്, അതായത് ഈ വൺ ഹെൽത്ത് പോലെയുള്ള ഡിസീസ് കൺട്രോൾ കാര്യങ്ങള്, പിന്നെ ആളുകളുടെ ലൈവ്ലിഹുഡ്, ഫ്ലഡ് പ്രൊട്ടക്ഷൻ, ഇതെല്ലാം ഈ ഈ ലാൻഡ്സ്കേപ്പിനും അല്ലെങ്കിൽ നമ്മുടെ വെറ്റ്ലാൻഡ്, നമ്മുടെ ലാൻഡ് സർഫസ് ഇതിനൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ ഇതിലൊക്കെ ഉണ്ടാവുന്ന ചേഞ്ചുകൾ ഇതിനെയെല്ലാം വളരെ മോശമായ രീതിയിൽ ബാധിക്കും. ഇതെല്ലാം നമുക്ക് റീസ്റ്റോറേഷൻ വേണം എന്ന് നമ്മൾക്ക് അടിവരയിട്ട് പറയുന്ന ചില കാരണങ്ങളാണ്. അടുത്തതാണ് ഫോർ ഹൂം വി ആർ റെസ്റ്റോറിങ്. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് റീസ്റ്റോർ ചെയ്യുന്നത്? ഇതൊരു ഒരു തരം ഐഡിയലിസ്റ്റിക് ക്വസ്റ്റ്യൻ എന്ന് പറയാം. നമ്മൾ ആർക്ക് വേണ്ടിയിട്ട്, കാര്യം എപ്പോഴും നമ്മൾ രണ്ട് തട്ടിൽ നിൽക്കും. നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് പുനരുജ്ജീവനം ചെയ്യുന്നത് ആർക്ക് വേണ്ടി? അപ്പം ഒരുവിധം ഭൂരിഭാഗം ആളുകളും പറയുന്ന ഒരു ഉത്തരം നമുക്ക് വേണ്ടി, നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി. പക്ഷെ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ തിരുത്താൻ സമയമായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇവിടെ ഈ ഒരു സ്പൈഡർ വെബിന്റെ ഒരു ഇമേജ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ചിലന്തി വല എന്ന് പറയുന്നത്. അതിങ്ങനെ നമുക്കറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി ഇഴകള് ചേർത്ത്, ഒത്തിരി ത്രെഡ്സ് ചേർത്ത് ബലം പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ ത്രെഡ്സ് ആണ് അതിന് ബലം കൊടുക്കുന്നത്. പക്ഷെ നമ്മളുടെ ഒരു മനോഭാവം, മോസ്റ്റ് ഓഫ് നമ്മുടെ കൂടുതൽ ആളുകളുടെ മനോഭാവം എന്ന് പറയുന്നത് ഈ ത്രെഡിന്റെ സെന്റർ പോർഷൻ നമ്മളും ബാക്കി എല്ലാ പോർഷനോട് ബാക്കി ജീവികൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ പരിസ്ഥിതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സ്പൈഡർ വെബ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലെ വെറും ഒരു ഇഴ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും. മറ്റു ജീവികളും അതിലെ ഓരോ ഇഴകളാണ്. അതുപോലെ തന്നെ ഓരോ ജീവികളുടെ പോലെ തന്നെ നമ്മളും അതിൽ വെറും ഒരു ഇഴ മാത്രമാണ്. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിക്കേണ്ട സമയമായി കഴിഞ്ഞു. അതായത് ഒരു ഡീപ്പ് ഇക്കോളജിക്കൽ മൈൻഡ് സെറ്റിൽ നമ്മൾ കണ്ടാൽ മാത്രമേ നമ്മൾ ആർക്ക് വേണ്ടി പുനരുജ്ജീവനം ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് നമുക്ക് കറക്റ്റായിട്ട് ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും നമ്മളത് നമ്മൾക്ക് വേണ്ടിയിട്ടല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല. ഇപ്പൊ ഞാൻ കൂടുതലും ഇവിടെ ഇപ്പം ലേക്കുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്റെ വർക്കുകൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ ലേക്കിന്റെ റീസ്റ്റോറേഷനെ പറ്റി സംസാരിക്കുമ്പോഴും കൂടുതലും കമ്മ്യൂണിറ്റി ആയാലും ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയാലും അവർക്ക് വേണ്ടത് ലേക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടാവണം, കുറെ ആൾക്കാർക്ക് വിസിറ്റ് ചെയ്യണം, അവർക്ക് നടക്കാനുള്ള ഒരു പാത്ത് വേ വേണം, അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള പൂക്കളുള്ള ചെടികൾ വേണം. അപ്പം എല്ലാത്തിലും നമ്മളൊരു റീസ്റ്റോറേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ പുനരുജ്ജീവനം എന്ന് പറയുന്ന ഒരു ചിന്ത അവിടെ വരുമ്പോൾ ആദ്യം കടന്നു വരുന്നത് ഹ്യൂമൻസ് പ്രിഫറൻസ് ആണ് ആദ്യം വരുന്നത്. നമുക്ക് അല്ലെങ്കിൽ എനിക്ക് എന്ത് വേണം അവിടെ നിന്ന്, അല്ലെങ്കിൽ എനിക്ക് എന്ത് സന്തോഷം കിട്ടും ആ ലേക്കിന്, ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ മാറ്റണം. സത്യത്തില് നമ്മളൊരു ഇതിന്റെ റീസ്റ്റോറേഷൻ അല്ലെങ്കിൽ പുനരുജ്ജീവനം ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മൾ ഈ ഒരു എൻഡയർ സിസ്റ്റത്തിന്റെ ഒരു ഇഴ മാത്രമാണ്. നമ്മളത് ചെയ്യേണ്ടത് ഈ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ ഇതിനെ കണ്ടു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഈ ഓരോ പുനരുജ്ജീവന പ്രവർത്തനങ്ങളും വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പം ഇവിടെ ഇതെല്ലാവരും നമ്മൾ സ്കൂളുകളിലൊക്കെ ഒത്തിരി പഠിക്കുന്ന ഒരു കാര്യമാണ് ഈ ഫുഡ് ചെയിൻ, ഫുഡ് വെബ് സ്ട്രക്ചർ. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്ന ഒരു പിക്ചറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, പലതരത്തിലുള്ള ചെടികളുണ്ട്. ആ ചെടികളെ ആശ്രയിച്ച് കഴിയുന്ന പലതരത്തിലുള്ള ജീവികള്. നമ്മൾ ഏറ്റവും താഴത്തെ ട്രോഫിക് ലെവലായിട്ട് ഈ ചെടികളെ കണക്ക് കൂട്ടാം. അതിന് മുകളിലോട്ട് ഗ്രാസ് ഹോപ്പേഴ്സ് ഉണ്ട്, ബട്ടർഫ്ലൈസ് ഉണ്ട്, ഫ്രൂട്ട് ഫ്ലൈസ് ഉണ്ട്. ഇതെല്ലാം ഈ ചെടികളെ ആശ്രയിച്ച് കഴിയുന്നത്. അതുപോലെ ഈ ബട്ടർഫ്ലൈസിനെയും ഗ്രാസ് ഹോപ്പറിനെയൊക്കെ ആശ്രയിച്ച് കഴിയുന്നതാണ് എലികള്, തവളകൾ. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ അപ്പെക്സ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഈഗിള് വരെ എത്തുമ്പോഴും ഈ എല്ലാ ജീവികളും തമ്മിൽ പരസ്പരമുള്ള കണക്ഷൻസ് നിങ്ങൾക്ക് കാണാം. അതായത് നമ്മൾ ഇതിനെ ഒരു വെബായിട്ട് കാണുവാണെങ്കിൽ അത്രത്തോളം ഇന്റർ കണക്റ്റഡ് ആണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഇത് വേറൊരു എക്സാമ്പിളാണ്. ഇതെടുക്കുമ്പോൾ നമുക്കറിയാം, ഏറ്റവും സ്റ്റാർട്ടിങ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് അഥവാ ഗ്രാസസ് പ്രൈമറി ട്രോഫിക് ലെവലിൽ വളരെ ചെറിയ ഡൈവേഴ്സിറ്റിയേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഗ്രാസ് ഹോപ്പേഴ്സ് ഉണ്ട്, മുയലുകളുണ്ട്, എലികളുണ്ട്. പക്ഷെ ഇവിടുത്തെ വെബിന്റെ സ്ട്രക്ചർ നമ്മൾക്ക് നോക്കിയറിയാം വളരെ വീക്കാ.
ഇതിൽ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വെബ് സ്ട്രക്ചർ അങ്ങനെ തന്നെ തകരും. അപ്പം ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ റീസ്റ്റോറേഷൻ എന്ന് പറയുമ്പോൾ ഈ റീസ്റ്റോറേഷനിൽ വളരെ വലിയ റീസ്റ്റോറേഷന് അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന പവർ ഈ ഒരു വെബ് സ്ട്രക്ചറിനുണ്ട്, അഥവാ ഈ ഒരു ഭക്ഷ്യ ശൃംഖലയ്ക്കുണ്ട്. എന്തുകൊണ്ട്? കാര്യം ഈ ഓരോ ഭക്ഷ്യ ശൃംഖലയിലെ ഓരോ ജീവികളും ഓരോന്നിന്റെയും നിലനിൽപ്പിന് ആധാരമാണ്. ഈ ഓരോ ജീവികളും ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യനായിട്ടുള്ള നമുക്കും നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ജീവികളുടെ എണ്ണം കുറയാ, അല്ലെങ്കിൽ ഈ സ്ട്രക്ചറിന്റെ എന്താ പറയാ, അതിന്റെ ആ ഒരു സ്ട്രെങ്ത് കുറയാ എന്നതിന്റെ അർത്ഥം ആ ആവാസ വ്യവസ്ഥയുടെ സ്ട്രെങ്ത്തും കുറയാ എന്നുള്ളതാണ്. കാര്യം ഈ ഓരോ സ്ട്രക്ചറിലെ ഓരോ ലെവല് വഴിയും എനർജി ഓരോ ലെവലിലേക്കും ട്രാൻസ്ഫർ ചെയ്ത് പോവാണ്. ചെടികള് സൂര്യപ്രകാശം ആഗിരണം ചെയ്ത് അവർ ഭക്ഷണം നിർമ്മിക്കും. അവിടെ നിന്ന് അതിന്റെ ഒരു 10% എനർജി അടുത്ത ലെവലിലോട്ട് പോകും. അതിന്റെ 10% അടുത്ത അങ്ങനെ ഓരോ ലെവലിലേക്കും എനർജി ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഓരോ ലെവലിലെ ഡൈവേഴ്സിറ്റി കുറയുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓർഗാനിസം കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എനർജിയുടെ കൈമാറ്റം അത്രത്തോളം എഫിഷ്യന്റ് ആകുന്നില്ല കൂടിയാണ്. അപ്പോൾ അത് മൊത്തത്തിലുള്ള നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ആർ വി റിസ്റ്റോറിങ് ഇക്കോസിസ്റ്റംസ്? നമ്മള് ഇക്കോസിസ്റ്റത്തിനെ സത്യത്തിൽ നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ പലരും ഇപ്പൊ നമ്മളിപ്പോ ജൂൺ 5 കഴിഞ്ഞു, പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒത്തിരി പ്ലാന്റേഷൻ കാര്യങ്ങളും ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സത്യത്തില് നമ്മൾ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ ആ ഒരു ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് മാത്രം ചെയ്യുന്നു എന്നതിൽ കവിഞ്ഞ് അതെന്തിനു ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാനത് ചെയ്തത് കൊണ്ട് എന്ത് മാറ്റം സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാനൊരു മരം നട്ടു, ആ മരം കൊണ്ട് നാളെ എനിക്ക് എന്ത് ഗുണമുണ്ടാവും എന്നല്ല, ഞാനത് നട്ടിരിക്കുന്ന സ്ഥലത്ത് എന്തൊക്കെ മാറ്റാൻ വരാൻ പോകുന്നത്, അങ്ങനെ നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ട്? എന്നെ അടക്കമാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഗ്ലോബലി ഒത്തിരി ബില്യൺസ് ഓഫ് മണി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് റീസ്റ്റോറേഷന് വേണ്ടിയിട്ട്. നമ്മൾ UN ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഈ 2021 മുതൽ 30 വരെയുള്ള കാലഘട്ടത്തിന് UN ഡെക്കേഡ് ഓഫ് റിസ്റ്റോറേഷൻ എന്നാ. അതായത് പുനരുജ്ജീവനം നടത്താനായിട്ടുള്ള, അതായത് മൊത്തത്തില് ഒരു 30% ഡീഗ്രേഡ് ഇരിക്കുന്ന ലാൻഡുകളെ ഈ 2030 റീസ്റ്റോർ ചെയ്തെടുക്കണം എന്നാണ് യുഎന്റെ ഈ പ്രാവശ്യത്തെ തീരുമാനം. പക്ഷേ അത് നടക്കുവാണെങ്കിൽ അത് അത്രയും വലിയ നല്ല കാര്യമാണ്. കാര്യം പഠനങ്ങൾ പറയുന്നത് അത്രത്തോളം ലാൻഡ് നമുക്ക് റീസ്റ്റോർ ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്ലൈമറ്റിൽ ഏകദേശം 37% ക്ലൈമറ്റില് ചേഞ്ച് സംഭവിക്കുമെന്നാണ്. നമ്മുടെ ഇപ്പൊ ഈ വർദ്ധിച്ചു വയ്ക്കുന്ന ചൂട്, ഇതിന്റെ കാര്യങ്ങളിലൊക്കെ. പക്ഷെ ഇത് നമ്മൾ ആ ലെവലിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. നമ്മുടെ ഔട്ട്കംസ് അതെല്ലാം പലപ്പോഴും നമ്മൾ ചെലവഴിക്കുന്ന കാശും ചെലവഴിക്കുന്ന എഫേർട്ടും അതിനോട് നീതി പുലർത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതാണ്. അപ്പൊ ഞാൻ ഇന്നത്തെ ഈ ടോക്കിൽ സംസാരിക്കുന്നത് ഇത് എങ്ങനെ നമ്മൾക്ക് ശരിയായിട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് അതിനോട് നീതി പുലർത്താൻ പറ്റും എന്നുള്ള രീതിയാണ്. അപ്പം ഈ പിക്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണു. ഇതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഞാൻ ഇതിനെപ്പറ്റി ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് പിന്നീട് ഇതിനകത്തേക്ക് തിരിച്ചു വരാം. ഇതൊരു ട്രീ പ്ലാന്റേഷൻ ഡ്രൈവിന്റെ ഒരു ഭാഗമായിട്ടാണ്, ഒരു എൻവയോൺമെന്റ് അവയർനെസ് ക്യാമ്പിന്റെ ഭാഗമായിട്ട് പിന്നീട് നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. അതുപോലെ ഈ ഒരു ചിത്രവും നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക. ഇതൊരു 2 പ്ലാന്റേഷൻ ആണ്, ഇടതുവശത്ത് ഒരു തരത്തിലും വലതുവശത്ത് ഒരു തരത്തിലും. ഇതിലേതാ ഒരു എസ്തെറ്റിക്കലി കുറച്ചുകൂടെ നന്നായിട്ട് നിൽക്കുന്നത്? ആർക്കെങ്കിലും പറയാമോ? നമുക്ക് കാഴ്ചയിൽ കുറച്ചുകൂടെ നമുക്ക് സന്തോഷം തരുന്നത്? റൈറ്റ് സൈഡ്. ഓക്കെ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, സോ ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി നമുക്ക് 2 ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ട്. സോ ഇതും നമുക്ക് ഈ ടോക്കിന് ശേഷം നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, സോ നമ്മള് ആദ്യമായിട്ട് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ട്രീ പ്ലാന്റേഷനെ പറ്റിയാണ്. മരങ്ങൾ, വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത്. അത് നമ്മൾ ഒരുവിധം എല്ലാവരും ചെയ്യുന്ന, ഇപ്പൊ സ്കൂളുകളിലും എല്ലായിടത്തും നമ്മള് ഇപ്പം ഒരു എന്താ പറയാ, വളരെ വ്യാപകമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ട്രീ പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇത് സത്യത്തിൽ ഒരു ശാപമാണോ അതോ ഒരു വരമാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ട്രീ പ്ലാന്റേഷൻ ഇപ്പോഴും നമ്മൾ എന്താ പറയാ, നമ്മള് ഗ്രീനിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോഴായാലും ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷനെ പറ്റി സംസാരിക്കുമ്പോഴായാലും ഒക്കെ ആദ്യം നമ്മുടെ മനസ്സിലെത്തുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഡേ ആവട്ടെ, എന്തെങ്കിലും പ്രകൃതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ഒരു കാര്യമാണ് ട്രീ പ്ലാന്റേഷൻ. കുറച്ച് മരങ്ങളിലെ തൈകൾ പോയി മേടിക്കുന്നു, നമ്മൾ കൊണ്ടുവന്ന് നടുന്നു,
ഓഫ് കോഴ്സ് വളരെ നല്ല കാര്യമാണ്. ഒത്തിരി ഇപ്പം ഈ എൻവയോൺമെന്റ് ഡേയുടെ ഭാഗമായിട്ട് ഒത്തിരി പേര് പോസ്റ്റുകൾ ഇടുന്നുണ്ട്, മരങ്ങൾ നടുന്നത്. ഒത്തിരി NGOs, ഓർഗനൈസേഷൻസ് 1,00,000 വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു, അല്ലെങ്കിൽ 3,00,000 വൃക്ഷത്തൈകൾ നട്ടു. അങ്ങനെയൊക്കെ ഒത്തിരി പോസ്റ്റുകൾ കാണുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. അതായത് ഈ ട്രീ പ്ലാന്റേഷൻ എപ്പോഴും ടാഞ്ചിബിൾ ആണ്. നമുക്ക് അതിനെ മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പം 100 വൃക്ഷത്തൈ നട്ടു, അല്ലെങ്കിൽ ഞാനൊരു 10 മരം നട്ടു. അങ്ങനെ നമുക്ക് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന, ഇമ്മീഡിയറ്റ് ആയിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന, ഒരു സയന്റിഫിക് നോളജോ ഒന്നും വേണ്ട. ആർക്ക് വേണമെങ്കിലും സത്യത്തിൽ അതിന് സയന്റിഫിക് നോളജ് വേണം. പക്ഷെ ആർക്കും എപ്പോഴും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു കാര്യമായിട്ട് ട്രീ പ്ലാന്റേഷൻ മാറിയിട്ടുണ്ട്. അതുപോലെ വളരെ ഓക്കെ, ഞാനൊരു മരം നട്ടു, ആ മരം നാളെ വളർന്ന് വലുതായി അത് കാർബൺ സീക്വസ്ട്രേഷൻ ചെയ്യും. അങ്ങനെ നമുക്ക് ഒത്തിരി ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ട്രീ പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. പക്ഷെ എപ്പോഴാണ് ഈ ട്രീ പ്ലാന്റേഷൻ നമുക്കൊരു ശാപമായിട്ട് മാറുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ ട്രീ പ്ലാന്റേഷൻ എപ്പോഴും ഒരു സക്സസ് ആണോ? കാര്യം ഞാൻ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോ ഈ ദിനാചരണത്തിന്റെ ഭാഗമൊക്കെ ആയിട്ട് നമ്മൾ ഒത്തിരി മരങ്ങളൊക്കെ കൊണ്ടുവന്ന് നടും, ഒത്തിരി എഫേർട്ട് എടുക്കും, കുഴികൾ കുഴിക്കുന്നു, മരങ്ങൾ നടുന്നു. ഇതെല്ലാം ഒരു പ്രസ് കവർ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ചെയ്യുന്നത് എന്നതിൽ ഉപരിയായിട്ട് ആ നട്ടിട്ട് പോയിട്ട് പിറ്റേ ദിവസം അതിനൊന്ന് വന്ന് നോക്കോ, അതിന് വെള്ളം ഒഴിക്കോ, വളരുന്നുണ്ടോ, അത് കൃത്യമായിട്ട് അതിനെ റെഗുലർ ആയിട്ട് മോണിറ്ററിങ് ചെയ്യുന്നോ, ഇതാരും ചെയ്യാറില്ല. ചെയ്യുന്നവരുണ്ടാകാം, പക്ഷെ ഭൂരിഭാഗവും, ഞാൻ അടച്ചാക്ഷേപിക്കുന്നതല്ല, പക്ഷെ ഭൂരിഭാഗവും ഇതാണ് സംഭവിക്കുന്നത്. അതുപോലെ ഇത് ഇങ്ങനെയൊക്കെയുള്ള കേസിൽ ഈ ട്രീ പ്ലാന്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ അത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ സമയവും മണിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഇതെങ്ങനെ അതൊരു നഷ്ടക്കച്ചവടമായി മാറുന്നത് എന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ട്രീ പ്ലാന്റേഷനിൽ മിക്കപ്പോഴും സംഭവിക്കുന്നത്, ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയിൽ കണ്ടത്, ഏകദേശം ട്രീ പ്ലാന്റേഷൻ ചെയ്യാൻ നിശ്ചയിച്ച ഒരു സ്ഥലത്ത് അവര് ട്രീസിന്റെ ലിസ്റ്റും എല്ലാം എടുത്ത് വന്നപ്പോ ഏകദേശം വരുന്നത് 50% മോണോകൾച്ചർ പ്ലാന്റേഷൻ ആണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അതായത് 50% നമ്മളെപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രീസ് ഒക്കെ നടുന്നത്? നമ്മളെപ്പോഴും ഒരു ഫോറസ്റ്റിനെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്, അതായത് അല്ലെങ്കിൽ ഒരു വന ആവാസ വ്യവസ്ഥ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഒരു വനം എന്ന് പറയുന്നത് ഒരിക്കലും മരങ്ങൾ മാത്രം അടങ്ങുന്നതല്ല. നമ്മളിപ്പം ഒത്തിരി എൻവയോൺമെന്റ് സ്റ്റഡി റിപ്പോർട്ടുകൾ നോക്കിയാലും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡീസ് നോക്കിയാലും എപ്പോഴും നമ്മൾ ഗ്രീൻ കവറിനെ പറ്റി സംസാരിക്കും, അല്ലെങ്കിൽ ടോട്ടൽ ഗ്രീൻ കവർ. നമ്മൾ ഡ്രോൺ ഇമേജസ് ഒക്കെ എടുത്ത് നോക്കി, ഈ ഏരിയയിൽ ഇത്രത്തോളം ഗ്രീൻ കവർ ഉണ്ട്. പക്ഷെ നമ്മൾ ആരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്, ഗ്രീൻ കവർ എന്ന് പറയുമ്പോൾ ഡ്രോൺ ഇമേജസ് ആയാലും അതിൽ വരുന്നത് ഇപ്പൊ നമുക്ക് കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റാസ് കിട്ടും. പക്ഷെ നമ്മൾ എപ്പോഴും എംഫസൈസ് ചെയ്ത് കാണിക്കാറുള്ളത് ആ ടോപ്പ് കാനോപ്പി ലെയർ മാത്രമാണ്. കാനോപ്പി ലെയർ മാത്രം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ട്രീകളുടെ അല്ലെങ്കിൽ മരങ്ങളുടെ ആ ഉപരിതല വ്യൂ മാത്രം വെച്ചുകൊണ്ട് അത്രയും ഏരിയ പച്ചപ്പ് നിറഞ്ഞതാണ് എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. ഒരു ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും മരങ്ങൾ മാത്രം അടങ്ങുന്നതല്ല. അതിന് അടിക്കാടുകളുണ്ട്, ഏറ്റവും ചെറിയൊരു പുൽനാമ്പ് തുടങ്ങി ഒരു ഏറ്റവും ചെറിയ സസ്യങ്ങള്, ഷ്രബ്സ്, ചെറിയ മരങ്ങള്, വള്ളിച്ചെടികള്, മുള്ളുള്ള മരങ്ങള്, ഇങ്ങനെ എല്ലാം കൂടി അടങ്ങുന്ന ഒരു ഇക്കോസിസ്റ്റം ആണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും ഈ ഫോറസ്റ്റിനെ നമ്മൾ റീസ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് അത് വേറൊരു രീതിയിലുള്ള പ്ലാന്റേഷൻ ആയിട്ട് മാറുക. ഇപ്പൊ നമ്മള് റബ്ബർ പ്ലാന്റേഷൻ അല്ലെങ്കിൽ അക്കേഷ്യ പ്ലാന്റേഷൻ, യൂക്കാലിപ്റ്റസ് പ്ലാന്റേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു തരത്തിൽ ഒന്നോ രണ്ടോ വിഭാഗത്തിൽ പെടുന്ന മരങ്ങൾ മാത്രം വളരെ അധികമായിട്ട് നമ്മൾ നട്ടുവെച്ചിട്ട് അതിനെ ഒരു ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത് ഒരിക്കലും യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമില്ല. കാര്യം അവിടെ ഒരിക്കലും അതൊരു ഇക്കോ സിസ്റ്റം ആയിട്ട് ഫങ്ഷൻ ചെയ്യില്ല. പിന്നെ രണ്ടാമത്, ഈ ട്രീ പ്ലാന്റേഷൻ ഒരു ശാപമായിട്ട് മാറുന്നത് നേറ്റീവ് സാവനാസ് ആൻഡ് ഗ്രാസ്, അതായത് നമ്മൾക്ക് ഒരു ഇതുള്ളത് തരിശായിട്ട് കിടക്കുന്ന ഭൂമികളെല്ലാം വനമാക്കി മാറ്റേണ്ടതാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നമ്മളുടെ ചിന്ത പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം എല്ലാവരും ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി സംസാരിക്കുന്നു, എല്ലാവരും മരങ്ങൾ നടുന്നതിന്റെ ആവശ്യകതയെ പറ്റി സംസാരിക്കുന്നു. അപ്പം ഒബ്വിയസ്ലി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, ഓക്കെ, തരിശായിട്ട് ഭൂമികൾ കിടക്കരുത്, നമുക്ക് മാക്സിമം പറ്റുന്ന സ്ഥലത്തൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം എന്നുള്ളതാണ്. പക്ഷെ അവിടെ അഫക്റ്റ് ആകുന്നത് ഒരു ഫോറസ്റ്റ് മാത്രമല്ല ഇക്കോസിസ്റ്റം. നമ്മൾ പറഞ്ഞതുപോലെ ഒരു 110 ഡിഫറെന്റ് ടൈപ്പ് ഇക്കോസിസ്റ്റം ഉണ്ട്. ഓരോ ഇക്കോസിസ്റ്റത്തിനും ഓരോ റോളുകളുണ്ട്. അതിലെ ഒരു ഇക്കോസിസ്റ്റം ആണ് ഗ്രാസ് ലാൻഡ്, ഓപ്പൺ ഗ്രാസ് ലാൻഡ്, സാവന ഇക്കോസിസ്റ്റം എന്നൊക്കെ പറയുന്നത്.
അവിടെ വളരേണ്ട സസ്യങ്ങള് ഗ്രാസ് ലാൻഡിൽ, ഓപ്പൺ ഗ്രാസ് ലാൻഡിൽ വരുന്നത് ചെറിയ ചെറിയ ഗ്രാസുകൾ, അഥവാ പുൽ വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങള്, കുഞ്ഞി കുഞ്ഞി shrubs, അങ്ങനെ ചെറിയ ചെറിയ മരങ്ങൾ വരേണ്ട അല്ലെങ്കിൽ ചെറിയ ചെറിയ ചെടികൾ വളരേണ്ട സ്ഥലങ്ങളില് നമ്മൾ കൊണ്ടുപോയിട്ട് അങ്ങനെ തന്നെ കൺവേർട്ട് ചെയ്ത് അതിനെ ഒരു ഫോറസ്റ്റ് ആക്കി മാറ്റുക. അത് ഒരിക്കലും ഒരു റിസ്റ്റോറേഷൻ ആവില്ല. അങ്ങനെ വരുന്ന കേസിൽ ട്രീ പ്ലാന്റേഷൻ എപ്പോഴും ഒരു ശാപമായിട്ട് മാറും നമുക്ക്. രണ്ടാമത്, ട്രീ പ്ലാന്റേഷൻ തെറ്റിപ്പോകുന്നത് അല്ലെങ്കിൽ ട്രീ പ്ലാന്റേഷന്റെ ആ ഉദ്ദേശം ഫലിക്കാതെ വരുന്ന ഒന്നാണ് റോങ് സ്പീഷീസ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോ നമ്മള് ഇപ്പൊ നിലവിൽ ഞാൻ ബാംഗ്ലൂരാണുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ ബാംഗ്ലൂര് ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോഴും ലിങ്ക്ഡിൻ തുറക്കുമ്പോഴൊക്കെ നമുക്കൊരു ഏപ്രിൽ, മെയ് അല്ലെങ്കിൽ മാർച്ച് സീസണിലൊക്കെ തുറക്കുന്നവർക്ക് അറിയാം, ബാംഗ്ലൂർ മൊത്തം പിങ്ക് ബ്ലോസം എന്നൊക്കെ പറഞ്ഞിട്ട് നിറച്ച് പിങ്ക് പൂക്കള് ബാംഗ്ലൂർ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, അതുപോലെ നീല കളറിലുള്ള ജക്കറാൻഡ മരങ്ങൾ ഫുൾ പൂത്ത് നിൽക്കുന്ന. അപ്പം ഒത്തിരി പേര്, ഈവൻ നമ്മൾ അടങ്ങുന്ന ഒരു ഇക്കോളജി ഗ്രൂപ്പിൽ ഞാൻ കണ്ടിരുന്ന ഒരു ചില ആളുകൾ പോസ്റ്റ് ഇട്ടിരുന്നത്, ബാംഗ്ലൂര് വളരെ ബ്യൂട്ടിഫുൾ ആണ്, എസ്തേറ്റിക്കലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, നിറച്ച് പിങ്ക് ഫ്ലവേഴ്സ്, ബാംഗ്ലൂരിലേക്ക് ഈ ചെടികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തവരെ നമ്മൾ സത്യത്തിൽ ഈ സമയത്ത് ഓർക്കണം എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം, ഒരിക്കലും ഈ മരങ്ങളൊന്നും നമ്മളുടെ നാട്ടു സസ്യങ്ങളല്ല, അഥവാ നമ്മുടെ നേറ്റീവ് ആയിട്ടുള്ള മരങ്ങളല്ല. ഒക്കെ പല പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തപ്പെട്ടിരിക്കുന്ന ചെടികളാണ്. ഇവ ഒരിക്കലും നമ്മുടെ ഒരു ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗം ആയിരുന്നില്ല, ഇനി ആകാനും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള ചെടികള് ഇവിടെ റോങ് സ്പീഷീസ് സെലക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു മരം നടുമ്പോൾ, ഇപ്പൊ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ മരത്തിന്റെ തൈകൾ തരാറുണ്ട്. എന്താന്നൊന്നും അറിയില്ല, നമ്മൾക്ക് കുറെ തൈകൾ അവിടെ കൊണ്ടുവയ്ക്കും, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് പോവാം. ചിലതിൽ പുളി ഉണ്ടാവും, മഹാഗണി ഉണ്ടാവും, ഇതെല്ലാം നമ്മൾ വീട്ടിലെടുത്തു കൊണ്ടുപോകും, നമ്മൾ എവിടെയെങ്കിലും ഒക്കെ നടും. ഇത് എന്ത് മരം ഇവിടെ നമുക്ക് നടാൻ പറ്റുന്നതാണ്, ഇതൊന്നും നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കാറില്ല. ഈ മരം നടുന്നത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. റോങ് സ്പീഷീസ് നമ്മൾ സെലക്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ തെറ്റ് ചെയ്യുന്നത് ആ ഒരു ആവാസ വ്യവസ്ഥ, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു നല്ല കാര്യം പോലും അതിന് നെഗറ്റീവ് ഇഫക്റ്റിലേക്ക് വരിക. ഇപ്പൊ ബാംഗ്ലൂർ പറയുകയാണെങ്കിൽ, ബാംഗ്ലൂരിൽ വാട്ടർ സ്കാർസിറ്റി ഉള്ള സ്ഥലമാണ്. ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഒത്തിരി മരങ്ങളും ഒത്തിരി വെള്ളം വേണ്ടുന്ന ചെടികളാണ്. ഇപ്പൊ മഹാഗണി എടുത്താലും യൂക്കാലിപ്റ്റസ് പ്ലാന്റേഷൻ ഉണ്ട്, ഒത്തിരി അക്കേഷ്യ ഉണ്ട്, ഈവൻ ഈ ജക്കറാൻഡ, ടബൂബിയ, ഇതുപോലെയുള്ള എക്സോട്ടിക് പ്ലാന്റ്സിന് ഒത്തിരി വാട്ടർ റിക്വയറിംഗ് പ്ലാന്റ്സ് ആണ്. ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഓൾറെഡി ഡ്രൈ ഏരിയ ആയിട്ടുള്ള ബാംഗ്ലൂരിലെ വാട്ടറിന്റെ ലെവല് പിന്നെയും താന്നു പോവാണ്. നമുക്ക് ബാംഗ്ലൂർ പോലുള്ള സ്ഥലത്തിന് നമുക്ക് വേണ്ടത് കുറച്ചുകൂടെ ഡ്രൈ ഡെസിഡ്യൂസ് കൈൻഡ് ഓഫ് പ്ലാന്റ്സ് ആണ്, അതായത് വെള്ളം അധികം ആവശ്യമില്ലാത്ത ചെടികളാണ്. പക്ഷെ നമ്മൾ കേരളത്തിലോട്ട് വരുമ്പോൾ സംഭവം മാറും. കേരളത്തിൽ നമുക്കറിയാം, നമുക്ക് വേറൊരു തരത്തിലുള്ള ക്ലൈമറ്റ് ആണ്. അപ്പോൾ ഓരോ ജിയോഗ്രഫിക്കൽ റീജിയൻ അല്ലെങ്കിൽ ഓരോ ഇക്കോസിസ്റ്റത്തിന് അനുയോജ്യമായി, ഈവൻ നമ്മൾ നേറ്റീവ് പ്ലാന്റ് ആണ് നടുന്നതെങ്കിൽ പോലും, നമ്മൾ നമ്മുടേതായ തനതായിട്ടുള്ള സസ്യങ്ങളാണ് നടുന്നതെങ്കിൽ പോലും, ആ സസ്യങ്ങൾക്കും അവർക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ചില, ഇപ്പം ഡ്രൈ ഡെസിഡ്യൂസ് ആയിട്ടുള്ള ഏരിയയിൽ വളരുന്ന, അല്ലെങ്കിൽ ഡ്രൈ ഏരിയയിൽ വളരുന്നത് ഒരിക്കലും നമുക്ക് കൊണ്ടുപോയിട്ട് വെറ്റ് ഏരിയയിലേക്ക് കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇതൊന്നും ചിന്തിക്കാറില്ല. നമുക്ക് കുറച്ച് മരത്തൈകൾ നടുന്നു. പിന്നെ ഇപ്പൊ വരുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ എല്ലാവരും നേറ്റീവ് എന്ന ആ ഒരു, ഇപ്പം നേറ്റീവ് ഒരു ഫാഷൻ ഐക്കൺ പോലെ ആയിട്ടുണ്ട് റിസ്റ്റോറേഷനിൽ. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും ആ ഒരു നേറ്റീവ് ലേബൽ മതി. ഈവൻ നേറ്റീവ് ലേബലിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ നേറ്റീവ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിക്ക് ഉള്ളിൽ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ട് ആണ് അതിന്റെ ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കൂടെ. നോർത്ത് ഈസ്റ്റിലോ അല്ലെങ്കിൽ ഹിമാലയൻ റീജിയനിലോ വളരുന്ന ഒരു ഇന്ത്യൻ സസ്യത്തിനെ കൊണ്ടുവന്ന് നമ്മളിവിടെ കേരളത്തിലോ ബാംഗ്ലൂരിലോ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈവൻ അത് നേറ്റീവ് ആണെങ്കിൽ പോലും അത് ശരിയായ ഒരു പ്രവണതയല്ല. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓരോ റിസ്റ്റോറേഷന്റെ ഓരോ സ്റ്റെപ്പുകളും എടുത്തു വെക്കാൻ. ഇതിലൊക്കെ തെറ്റുപറ്റി പോവാൻ മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സയൻസ് ഇല്ല. അതായത് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ ജിയോഗ്രഫിക്കൽ റീജിയൻ അല്ലെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റ്, അവിടുത്തെ സോയിലിന്റെ കണ്ടീഷൻ, അവിടുത്തെ ആവശ്യകത, ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് വേണം ഒരു ചെടി, ഈവൻ ഒരു പുല്ലാണെങ്കിൽ പോലും നമ്മൾ അവിടെ കൊണ്ടുപോയി നടാൻ. അപ്പം ഈ കാര്യങ്ങളിലൊന്നും ഇതൊന്നും ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള ട്രീ പ്ലാന്റേഷനുകൾ നമുക്ക് തെറ്റിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് അത് ഉദ്ദേശിച്ച ഒരു ഫലശുദ്ധിയിലേക്ക് എത്താതെ പോകുന്നത്. പിന്നെ ഇതിന്റെ മെട്രിക്സ് ഓഫ് സക്സസ്, നമ്മൾ ഒരിക്കലും നമ്മൾ മരങ്ങൾ നട്ട് കഴിയുമ്പോൾ, ഓക്കെ ഞാൻ ഇത്രത്തോളം ബയോഡൈവേഴ്സിറ്റിന്ന് തിരിച്ചു കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഞാൻ ഇത്രത്തോളം ഫുഡ് വെബിനെ റീസ്റ്റോർ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഈ മരം നട്ടത് കൊണ്ട് ഈ ഇക്കോസിസ്റ്റം സർവീസ് കൂടുതൽ ഇംപ്രൂവ് ആയി എന്ന് നമ്മൾ ഒരിക്കലും കണക്ക് കൂട്ടാറില്ല. നമ്മൾ അവിടെയൊക്കെ വിളിച്ചു പറയുന്നത്, ഞാനൊരു 100 മരം നട്ടു, അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടന ഒരു 1,00,000 മരം നട്ടു എന്നുള്ള ആ ഒരു
ഒരു നമ്പർ ഓഫ് ട്രീസ് പ്ലാന്റഡ് എന്നതിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു നിലയിലേക്കാണ് ട്രീ പ്ലാന്റേഷനുകൾ നടന്നു പോകുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇക്കോസിസ്റ്റം അല്ല. ഒരു ഇക്കോസിസ്റ്റത്തിന് നമുക്ക് ഒരു ദിവസം കൊണ്ട് നട്ടുണ്ടാക്കാൻ പറ്റുന്നതും അല്ല. അപ്പൊ നമ്മൾ കുറച്ച് മരം നട്ടു, കുറച്ച് ചെടി നട്ടു എന്നതുകൊണ്ട് അതൊരു ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം ആവണമെന്നില്ല. അപ്പം ഈ ഒരു തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തും. അപ്പൊ പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഗ്രാസ് ലാൻഡ് ആയാലും ഈ ചതുപ്പ് പ്രദേശങ്ങളായാലും സവന പ്രദേശങ്ങളായാലും ഇതൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളല്ല. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ചതുപ്പ് നിലം നമ്മൾ കാണുമ്പോൾ, ഒരു ലേക്ക് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ടത് ഇതൊരു ഫോറസ്റ്റ് ആവേണ്ട സ്ഥലമാണ്, അല്ലെങ്കിൽ ഇതൊരു അണ്ടർ ഡെവലപ്ഡ് സ്ഥലമാണ്, ഇത് ഫോറസ്റ്റിന്റെ പോലെ പ്രൊഡക്ടിവിറ്റി ഇല്ല, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. പകരം അവർ അവരുടേതായ രീതിയിൽ കംപ്ലീറ്റ് ആണ്. അതൊരു ഫങ്ഷനിങ് ഇക്കോസിസ്റ്റം ആണ്. ആ ഓരോ ഇക്കോസിസ്റ്റത്തിനും അതിൻ്റെതായ ബയോഡൈവേഴ്സിറ്റി ഉണ്ടെന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ ഓരോരുത്തരും ഒരു നല്ല ഒരു റിസ്റ്റോറേഷൻ പ്രാക്ടീഷണർ ആയിട്ട് മാറുക. ഇനി ഞാൻ കുറച്ച് സ്പീഡിൽ പോവാം. സ്റ്റോറി ഓഫ് 2 ലേക്സ്. ഒരു 2 ലേക്കുകളുടെ ഒരു സ്റ്റോറിയാണ് ഞാനിവിടെ പറയുന്നത്. ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ മതി. ഒരു സൗത്ത് ഇന്ത്യയിലെ ഒരു ലേക്കില് പെട്ടെന്ന് ഒരു ദിവസത്തില് ഒത്തിരി ആൽഗെ വളരുന്നു, ഫിഷസിന്റെ കില്ലിങ് ഉണ്ടാവുന്നു, പിന്നെ ഒത്തിരി സ്മെല്ല് വരുന്നു. അങ്ങനെ ഒരു പബ്ലിക് ന്യൂസൻസ് ആയിട്ട് അത് മാറുമ്പോൾ ലോക്കൽ അതോറിറ്റി അവിടെ ഇടപെടുന്നു. ലോക്കൽ അതോറിറ്റി ഇടപെട്ടു, മീഡിയ വന്നു, അതിനൊരു പ്രസ് അറ്റൻഷൻ കിട്ടി. ഉടനെ നടക്കുന്ന നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മൾ JCB മെഷീനറീസ് വന്നു, എർത്ത് മൂവേഴ്സ് വന്നു, സിൽട്ട് അതിനകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളൊക്കെ നമ്മൾ നീക്കി അതിനെ ക്ലിയർ ചെയ്ത് വെരി നെക്സ്റ്റ് മൊമെന്റിൽ നടക്കുന്ന കാര്യമാണ് അതിന്റെ ബാങ്ക്, അതിന്റെ ആ ചെരുവ് വശങ്ങളിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യും, കല്ല് പാകി കോൺക്രീറ്റ് ചെയ്യുന്നു. കാണാൻ ഭംഗിയുള്ള കുറെ എക്സോട്ടിക് പ്ലാന്റ്സിനെ കൊണ്ടുവന്ന് വെക്കുന്നു, അതിന് ചുറ്റും നടന്നു, ചുറ്റും അതില് ഒരു ഫെൻസ് വെക്കുന്നു, സൈൻ ബോർഡ് വെക്കുന്നു, റിസ്റ്റോർഡ് ലേക്ക്. ഇതാണ് പലപ്പോഴും ഇവിടെ നടക്കുന്ന റിസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ റിസ്റ്റോർ ചെയ്യുന്ന ലേക്ക് ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ്, കുറച്ചു വർഷങ്ങൾക്ക് ശേഷം പിന്നീട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതേ ആൽഗെ തിരിച്ചു വരുന്നു, ഇതേപോലെ ഫിഷ് കിൽസ് സംഭവിക്കുന്നു. ഈ ആദ്യം നടന്ന സെയിം സൈക്കിൾ റിപ്പീറ്റ് ചെയ്യപ്പെടാണ്. വീണ്ടും ഇതുപോലെ എർത്ത് മൂവേഴ്സ് വരുന്നു, സിൽട്ട്. അപ്പം ഇതൊരു നോൺ സ്റ്റോപ്പ് ആയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം വേറെ ഒരു ലേക്കില് ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കുറച്ച് സയന്റിസ്റ്റ് വരുന്നു. അവർ കുറച്ച് മാസങ്ങള് അവരവിടെ ഡോക്യുമെന്റ് ചെയ്യാണ്. കാര്യം ഇവിടെ എന്താ സംഭവിച്ചത്, എന്തുകൊണ്ട് ഈ ലേക്കിന് ഇങ്ങനെ സംഭവിക്കുന്നു. നമ്മൾക്ക് പലപ്പോഴും നമുക്ക് ഭയങ്കര ഒരു തിരക്കുള്ള മനുഷ്യരാണ്. നമ്മള് പലപ്പോഴും ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ നമുക്ക് എല്ലാവർക്കും വേണം. നമുക്ക് വെയിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ കാര്യം നമുക്ക് അതിനുള്ള സമയമുള്ളൂ. കാര്യം ക്ലൈമറ്റ് അത്രത്തോളം സ്പീഡിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എപ്പോഴും നോക്കുക. പക്ഷേ നമ്മൾ ചില കാര്യങ്ങളിലെങ്കിലും സയന്റിഫിക് ആയിട്ടുള്ള ഒരു ബേസ് നമ്മൾ സ്ട്രോങ് ആക്കി എടുക്കേണ്ട ആവശ്യകതയുണ്ട്. നമ്മളൊരു സയന്റിഫിക് സ്റ്റഡി നടത്തി ആ ലേക്കിന് എന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് ഈ ലേക്കിൽ ഇങ്ങനെ സംഭവിക്കുന്നു, ആൽഗെ വളരുന്നു അല്ലെങ്കിൽ ഫിഷ് കിൽ സംഭവിക്കുന്നു എന്ന് സയന്റിസ്റ്റുകൾ വന്ന് കണ്ടുപിടിക്കുന്നു. അവരതിന്റെ പ്രോബ്ലം കണ്ടുപിടിച്ചിട്ട് അതിന്റെ റൂട്ട് കോസിനെ ട്രീറ്റ് ചെയ്യുന്നു. അതായത് അതിനെ ഡീസിൽറ്റ് ചെയ്ത് ഫെൻസിങ് കെട്ടുന്നതിനേക്കാൾ പകരം അതിന്റെ പ്രശ്നത്തിന്റെ ഉറവിടം കണ്ടെത്തി ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി അവരതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ലേക്ക് ഇത് ഒരു പക്ഷെ കുറച്ച് സമയമെടുത്ത് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, സമയമെടുക്കും. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ലേക്കിലെ വെള്ളത്തിന്റെ കണ്ടീഷൻ മെച്ചപ്പെടുന്നു. കിങ് ഒരു ബയോ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. കാര്യം ഈ മീൻ കൊത്തികൾക്ക് അല്ലെങ്കിൽ പൊന്മാന് മീന് ആഴത്തിൽ പോയി ഊളിയിട്ട് മീനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ നിന്ന് മീനെ കാണണം. അതായത് വെള്ളത്തിന് അത്രത്തോളം തെളിമ ഉണ്ടാവണം. അപ്പം വാട്ടർ ക്വാളിറ്റിയുടെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ടാണ് നമ്മൾ കിങ് കാണുന്നത്. അപ്പൊ കിങ് ഫിഷേഴ്സ് തിരിച്ചു വരുന്നു, നേറ്റീവ് ഫിഷസ് വരുന്നു, ഡ്രാഗൺ ഫ്ലൈസും വാട്ടർ ക്വാളിറ്റിയുടെ ഒരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഒരു ബയോ ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ പറയുന്നതാണ്. അപ്പം ഇവിടെ രണ്ട് സ്ഥലത്തും സംഭവിക്കുന്നത് സെയിം പ്രോബ്ലം ആണ്, സെയിം ബഡ്ജറ്റുമാണ്. പക്ഷെ രണ്ട് കംപ്ലീറ്റ് ഡിഫറെന്റ് ഔട്ട്കം വന്നു. കാരണം നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്ത രീതി വ്യത്യാസമായിരുന്നു. അപ്പം ലേക്കിനെ പറ്റി സംസാരിക്കുവാണെങ്കിൽ ലേക്ക് ക്ലീനപ്പ് അഥവാ റിസ്റ്റോറേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു മിഥ്യാധാരണ, അതിൽ വരുന്ന ആ ഒരു തെറ്റുകളാണ് പറയുന്നത്.
ഒരു ഫസ്റ്റ് സ്റ്റേജ് അതിൽ സംഭവിക്കുന്നത് ലേക്ക് നമ്മളൊരു നശിച്ചു അല്ലെങ്കിൽ ലേക്കിലെ പൊല്യൂഷൻ നടക്കുന്നു എന്ന് ഒരു ഡിക്ലെയർ ആയി കഴിഞ്ഞാൽ ഉടനെ വരുന്ന മീഡിയ കവറേജ്, പബ്ലിക് പ്രഷർ, പബ്ലിക്കിന്റെ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് പ്രഷർ വരും, ഓക്കെ ഞങ്ങൾക്ക് ഇതിന് പെട്ടെന്ന് ഒരു സൊല്യൂഷൻ വേണം. സോ ഗവൺമെന്റിനും അത് പ്രഷർ വരുന്നു, ഗവൺമെന്റ് പെട്ടെന്ന് റെസ്പോൺസ് ചെയ്യുന്നു. ഗവൺമെന്റിന്റെ റെസ്പോൺസ് വരുന്നത് എപ്പോഴും അതിലുള്ള അഴുക്കുകൾ നീക്കുന്നു, ഈ പറഞ്ഞ പോലെ ക്ലീനിങ്, ഫെൻസിങ് ഇതെല്ലാമാണ്. അതിനുശേഷം റീസ്റ്റോർഡ് ഒരു ബോർഡ് വെക്കുന്നു. വാട്ടർ കുറച്ച് നാളത്തേക്ക് നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടി, കാര്യം വെള്ളം നമുക്ക് തെളിഞ്ഞു കാണപ്പെടുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ സ്റ്റേജ് 0യിലേക്ക് തിരിച്ചു പോകും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഇവിടെ നമ്മൾക്ക് മിഥ്യാ കാരണം, നമുക്ക് തെറ്റു പറ്റി പോകുന്നത് എന്താണെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഈ ലേക്കുകൾ അല്ലെങ്കിൽ തടാകങ്ങളിൽ ഇങ്ങനെ നശിച്ചു പോകാനുള്ള കാരണം സിൽറ്റ് ആണോ, അല്ലെങ്കിൽ അതിന്റെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതാണോ, അല്ലെങ്കിൽ അതിലേക്ക് വരുന്ന മാലിന്യം അഴുക്ക് വെള്ളമാണോ, സീവേജ് ആണോ, അതോ എക്സോട്ടിക് പ്ലാന്റ്സ് ആണോ? ഇതിൽ ഏതാണ് ഇതിന്റെ റൂട്ട് കോസ് എന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളൊരു ഡോക്ടറെ അടുത്ത് ഡോക്ടറെ കാണാൻ പോയിട്ട് ഡോക്ടറോട് പറയുന്നത്, ഡോക്ടറെ എനിക്ക് പനിയാണ്, അല്ലെങ്കിൽ എനിക്ക് 2 ദിവസമായിട്ട് എന്റെ കൈ നല്ല വേദന, അല്ലെങ്കിൽ എന്റെ കാല് വേദന, ഡോക്ടറെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കൈ പൊക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ ഉടനെ നമ്മുടെ സിംറ്റംസ് കേട്ടിട്ട് ഒരു മരുന്ന് കുറിച്ച് തരുന്നു, വേദനയുടെ മരുന്ന് തരുന്നു, നമ്മൾ മരുന്ന് കഴിക്കുന്നു, വീട്ടിൽ പോകുന്നു, 2 ദിവസത്തേക്ക് നമുക്ക് ആശ്വാസം, ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ നമുക്ക് കിട്ടി. പക്ഷേ തിരിച്ച് വീണ്ടും ഒരു 2 ദിവസത്തിന് ശേഷം നമുക്ക് ഇതേ വേദന നമുക്ക് റിപ്പീറ്റ് ആവുകയാണ്. ഇവിടെ സംഭവിക്കുന്നത്, ഈ ഡോക്ടർ ആദ്യമേ നമ്മളെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുന്നു, നമ്മുടെ വേദനയുടെ റൂട്ട് കോസ് കണ്ടുപിടിച്ചിട്ട് ആ റൂട്ട് കോസ് അല്ലെങ്കിൽ അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ഈ സിംറ്റംസിനെ അഥവാ ഇതിന്റെ ആ ഒരു നമ്മൾ പുറമേ പറയുന്ന ഒരു സിംറ്റംസിനെ ട്രീറ്റ് ചെയ്യുന്നതിന് പകരം അതിന്റെ കോസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്നേക്കുമായിട്ടുള്ള സൊല്യൂഷൻ അവിടെ കിട്ടുന്നത്. റീസ്റ്റോറേഷനിലും സംഭവിക്കേണ്ടത് അത് തന്നെയാണ്. അതായത് നമ്മൾ പലപ്പോഴും നമ്മൾ പുറമേ കാണുന്ന ഉപരിതലത്തിൽ കാണുന്നതിനെ മാത്രമേ കാണുന്നുള്ളൂ. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള റൂട്ട് കോസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഇതൊരു മിഥ്യ എന്നതിനേക്ക് അപ്പുറത്തേക്ക് അതൊരു സത്യമായിട്ട് മാറുള്ളൂ. അപ്പം അതിനൊന്നുകൂടെ ഒന്ന് അടിത്തറയിടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. എല്ലാത്തിന്റെയും ഈ ഇക്കോസിസ്റ്റം ഡീഗ്രേഡ് ആവുന്നതിന്റെ ഒക്കെ പ്രധാന കാരണം റൂട്ട് കോസ് എന്ന് പറയുന്നത് അവിടുത്തെ വെബ് ഓഫ് ലൈഫ് ആണ്. അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ അവിടുത്തെ ഭക്ഷ്യ ശൃംഖല, അവിടെയാണ് ഏറ്റവും ആദ്യം പെട്ടെന്ന് മാറ്റം വരുന്നത്. നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതും നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതും റീബിൽഡ് ചെയ്യേണ്ടതും ഈ എഞ്ചിനെയാണ്, ഈ വെബ് ഓഫ് ലൈഫ് ആണ്, ഈ ഇക്കോളജിക്കൽ ഫംഗ്ഷന്റെ. അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്, അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, പ്രൊഡക്ടിവിറ്റി. അതായത് ഒത്തിരി ജീവികളെല്ലാം ഉള്ളത് പരസ്പരം അവര് സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് ഒത്തിരി പ്രൊഡക്ടിവിറ്റി ഉണ്ട്, ഫങ്ഷണാലിറ്റി ഉണ്ട്. ഇതിന്റെയൊക്കെ ഒരു മൂലകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വെബ് ഓഫ് ലൈഫ് ആണ്. ഇപ്പൊ നമ്മളൊരു ലേക്കിനെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണാം ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ഉണ്ട്. ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് സൂര്യപ്രകാശം ആഗിരണം ചെയ്ത് അത് വെച്ചിട്ട് അവര് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. ഈ ഫൈറ്റോ പ്ലാങ്ക്ടനെ ഫീഡ് ചെയ്തിട്ട് കഴിയുന്നവരാണ് ഈ സൂപ്ലാങ്ക്ടൺസ്, അതുപോലെ മാക്രോ ഇൻവെർട്ടിബ്രേറ്റ്സ്. ഈ സൂപ്ലാങ്ക്ടൺസിനെയൊക്കെ ഫീഡ് ചെയ്തിട്ട് കഴിയുന്നവരാണ് സ്മോൾ ഫിഷസ്. പിന്നെ അവരെ ഫീഡ് ചെയ്തിട്ട് ടോപ്പ് പ്രിഡേറ്റേഴ്സ്. അപ്പൊ ഇങ്ങനെ ഒരു ലെവൽ, ഒരു ട്രോഫിക് ലെവലുകൾ ഉണ്ട്. നമ്മള് ഒരു ലേക്കില് ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഓടിപ്പോയി അതിനെ ഡീസിൽറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡീസിൽറ്റിങ് നമ്മൾ ചെയ്യണം, പക്ഷെ അതിനൊരു ലിമിറ്റ് വേണം. നമ്മൾ പൂർണ്ണമായിട്ടും ഡീസിൽറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ആ മാക്രോഫൈറ്റിന്റെ ബെഡ്സ് റിമൂവ് ചെയ്യപ്പെടാണ്. അവിടെ ഉണ്ടായിരുന്ന നേറ്റീവ് വെജിറ്റേഷനോ നാച്ചുറൽ വെജിറ്റേഷനോ അതെല്ലാം അവിടെ നിന്ന് പോകുന്നു. അതവിടെ നിന്ന് പോകുന്നതിനോടൊപ്പം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നത് ജുവനൈൽ ഫിഷസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫിഷസിന് അല്ലെങ്കിൽ ചെറിയ ഈ മാക്രോ ഇൻവെർട്ടിബ്രേറ്റ്സിന് അവർക്കൊക്കെയുള്ള അവരുടെ ഹാബിറ്റാറ്റ് കൂടിയാണ്. അവർക്ക് മുട്ടയിടാനും ബ്രീഡ് ചെയ്യാനും ഒക്കെയുള്ള സ്ഥലം കൂടിയാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന അടുത്ത ട്രോഫിക് ലെവലായിട്ടുള്ള പ്രിഡേറ്ററി ഫിഷസ് അഫക്റ്റഡ് ആവും. ഇങ്ങനെ ഇതിന്റെ എണ്ണം കുറയുമ്പോൾ ഈ സൂപ്ലാങ്ക്ടൺസിന്റെ നമ്പേഴ്സ് അല്ലെങ്കിൽ സൂപ്ലാങ്ക്ടൺസിന്റെ വളർച്ചയെ ചെക്ക് ചെയ്യാൻ ആരും ഇല്ലാതാവും. അപ്പൊ അവരുടെ നമ്പർ അൺചെക്ഡ് ആയിട്ട് തുടരും. ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ഒത്തിരി വളരും. അവസാനം നമ്മൾ ഈ ആൽഗെ, അതായത് ഹെൽത്തി ആൽഗൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അത് ഒരു ബ്ലൂ ഗ്രീൻ ആൽഗൽ കമ്മ്യൂണിറ്റിയിലോട്ട് വളർന്ന് ആൽഗൽ ബ്ലൂമിലേക്ക് മാറും. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഇത്തരം ഉള്ള, അതായത് വെബ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ഈ ഇക്കോളജിക്കൽ ഫംഗ്ഷന്റെ എഞ്ചിനെ നമ്മൾ തിരിച്ചറിയാതെ അതിനെ റീബിൽഡ് ചെയ്യാൻ ശ്രമിക്കാതെ ഈ സിംറ്റംസിനെ മാത്രം തേടി പോയിട്ട് അത് ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ റീസ്റ്റോറേഷൻ പരാജയത്തിലേക്ക് പോകുന്നത്. ഇനി ഇവിടെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം, ബിഫോർ ആൻഡ് ആഫ്റ്റർ ചിത്രമാണ്. മൈലസാന്ദ്ര ലേക്ക്. ഈ ലേക്കിന്
റീസ്റ്റോർ ചെയ്തിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇതിൽ കാണാം. ആദ്യത്തെ ചിത്രത്തില് ലേക്ക് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, രണ്ടാമത്തെ ചിത്രത്തില് അതിന്റെ സൈഡിലുള്ള മരങ്ങളും അത് ഇൻവേസീവ് ആണോ എക്സോട്ടിക് ആണോ അതോ നേറ്റീവ് ആണോ ഇതൊന്നും അറിയില്ല, അതെല്ലാം റിമൂവ് ചെയ്തു. പകരം അതിന് ചെയ്തിരിക്കുന്നതാണ് കോൺക്രീറ്റ് കൊണ്ടുള്ള സ്റ്റോൺ പിച്ചിങ്. അപ്പം ഈ കോൺക്രീറ്റൈസേഷൻ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും ഒരു പെർമനന്റ് സൊല്യൂഷൻ ആയിട്ട് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. പക്ഷെ നമ്മള് അതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പൊ നമ്മൾ കോൺക്രീറ്റ് ഇപ്പൊ പ്രത്യേകിച്ച് ഈ ജലാശയങ്ങള് അക്വാട്ടിക് ഏരിയയിലൊക്കെ നമ്മൾ കോൺക്രീറ്റൈസേഷൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമുക്കറിയാം. വെള്ളത്തില് നമ്മൾ സാധാരണ കാറ്റടിക്കുമ്പോൾ ഓളങ്ങൾ ഉണ്ടാവും. ഈ ഓളങ്ങൾക്കും എനർജി ഉണ്ട്, അത് നമുക്കറിയാം. ഈ എനർജി ഈ കരയിലേക്ക് വന്ന് അടിക്കുമ്പോൾ ഈ സ്റ്റോൺ പിച്ചിങ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഈ എനർജി വന്ന എനർജിയിൽ അതേ എനർജിയിൽ തിരിച്ച് റിഫ്ലക്റ്റ് ആവും. അപ്പോ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ സ്റ്റോൺ പിച്ച് ചെയ്തത്, സ്റ്റോൺ പിച്ചിങ് നമ്മൾ ചെയ്യുന്നത് സോയിൽ ഇറോഷൻ അല്ലെങ്കിൽ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇങ്ങനെ എനർജിയിൽ വേവ് വന്ന് അടിച്ച് അത് തിരിച്ച് അതേ എനർജി റിഫ്ലക്റ്റ് ആവുമ്പോൾ സംഭവിക്കുന്നത് ഒരു പർട്ടിക്കുലർ ടൈമിന് ശേഷം ഈ നമ്മൾ എന്ത് തടയാൻ വേണ്ടിയിട്ടാണ് സ്റ്റോൺ പിച്ചിങ് ചെയ്തത് അതേ സംഭവം തന്നെ നടക്കും, സോയിൽ ഇറോഷൻ. അതേസമയം അവിടങ്ങളിൽ നമ്മൾ ചെടികളാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ വരുന്ന എനർജീനെ ചെടികൾ അബ്സോർബ് ചെയ്തെടുക്കുക ചെയ്യുക, തിരിച്ച് റിഫ്ലക്റ്റഡ് ബാക്ക് പോവില്ല. അപ്പം അവിടെ സോയിൽ ഇറോഷനുള്ള ചാൻസ് കുറയും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഡ്യൂ ടു ദ ലാക്ക്, അതായത് സയൻസിന്റെ ലാക്ക് മൂലം, നമ്മൾ സയന്റിഫിക് ആയിട്ട് ഇതിനെ മനസ്സിലാക്കാത്തത് മൂലം എല്ലാവരും സ്റ്റോൺ പിച്ചിങ്ങിലേക്ക് കടക്കും. ഫലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇതേ തീരങ്ങൾ വീണ്ടും മണ്ണൊലിപ്പ്, ഈ സ്റ്റോൺ പിച്ച് ചെയ്തതൊക്കെ നമ്മൾ വീണ്ടും അത് ഇടിഞ്ഞു വീഴുന്നതായിട്ട് കാണാം. അപ്പൊ നമ്മളുടെ ഒരു കോമൺ പെർസെപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതി എന്ന് പറയുന്നത് ക്ലീൻ ആയിട്ട് ഒരു ലേക്ക് ഇരിക്കുകയാണെങ്കിൽ, അതായത് ചെടികളും മരങ്ങളും ഒന്നുമില്ലാതെ ക്ലീൻ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതാണ് റീസ്റ്റോർഡ് ലേക്ക് എന്നാണ് നമ്മുടെ ചിന്ത. സത്യത്തില് റീസ്റ്റോർഡ് ലേക്ക് എന്ന് പറയുന്നത് ഒരിക്കലും ക്ലീൻ ലേക്ക് എന്നല്ല അർത്ഥം. റീസ്റ്റോർഡ് ലേക്ക് എന്ന് പറയുന്നത് ലിവിങ് ലേക്ക് ആയിരിക്കും. അതായത് ലേക്കോ അക്വാട്ടിക് ബോഡി, ഈവൻ ഇത് ലേക്കിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നതാണ്. ഈവൻ നമ്മൾ ഫോറസ്റ്റ് ആണെങ്കിലും ഏതൊരു ഇക്കോസിസ്റ്റം എടുത്താലും റീസ്റ്റോർ ചെയ്യപ്പെടുക എന്നുള്ളതിന്റെ അർത്ഥം അത് തിരിച്ച് ലീവിങ് സ്റ്റേജിലേക്ക് വരിക എന്നുള്ളതാണ്, അതിന്റെ ലൈവ് കണ്ടീഷനിലോട്ട് വരിക എന്നുള്ളതാണ്. ആ ലൈവ് കണ്ടീഷനിലേക്ക് അത് തിരിച്ചു വരുവാനുള്ള അതിന്റെ ബേസിക് കീ എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി ആണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു എന്താ പറയാ ഒരു ക്ലീൻ വെള്ളം ഒരു ടാങ്ക് പോലെ കൺസ്ട്രക്ട് ചെയ്ത് കോൺക്രീറ്റ് ടാങ്ക് കെട്ടി അതൊരിക്കലും ഒരു ക്ലീൻ ആയിട്ട് അല്ലെങ്കിൽ റിസ്റ്റോർഡ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. ഇത് ഒരു മിഥ്യാധാരണയാണ് നമ്മൾ ലേക്ക് റിസ്റ്റോറേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ. അപ്പം എവിടെയാണ് എന്താണ് മിസ്സിങ് സംഭവിക്കുന്നത്? മെയിൻ മിസ്സിങ് വരുന്നത് ഒരു സയൻസ് ഗ്യാപ്പാണ്. മെയിൻ ആയിട്ട് നമ്മൾ 3 കാര്യങ്ങളിലാണ് നമ്മൾക്ക് മിസ്സായി പോകുന്നത് റീസ്റ്റോറേഷൻ അല്ലെങ്കിൽ പുനരുജ്ജീവനത്തിന്റെ. ഇവിടെയാണ് നമ്മൾക്കൊരു റീതിങ്കിങ് വേണ്ടത്. ഞാൻ എന്റെ ടൈറ്റിൽ പറഞ്ഞ പോലെ റീതിങ്കിങ് വേണ്ടത് ഇവിടെയാണ്. നമ്മൾക്ക് 3 കാര്യങ്ങൾ മിസ്സാവും. ഒന്ന്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഫൗണ്ടേഷൻ റിസ്റ്റോറേഷന്റെ എന്ന് പറയുന്നത് ബേസ് ലൈൻ ആണ്. ബേസ് ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സ്ഥലം അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ ചെല്ലുമ്പോൾ, അത് നമ്മുടെ വീട്ടിലായിക്കോട്ടെ, ചിലപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു ചെറിയ പറമ്പായിരിക്കാം, കുറെ നാളായിട്ട് കാട് കയറി കിടക്കുന്ന അല്ലെങ്കിൽ ഒത്തിരി നമ്മുടെ ഇൻവേസീവ് സ്പീഷീസ് വളർന്നു കിടക്കുന്ന ഒരു സ്ഥലമായിരിക്കാം. നമ്മൾ ഓടിച്ചെന്ന് അതിനെ വെട്ടി ക്ലീൻ ആക്കി ക്ലിയർ ആക്കി നമുക്ക് ഇഷ്ടമുള്ള ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിന് മുൻപ് നമ്മൾ അവിടെ ഒരു ബേസ് ലൈൻ ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തണം, ഒരു ഫൗണ്ടേഷൻ വെക്കണം. അവിടെ എന്തൊക്കെ സ്പീഷീസ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഉള്ളത് നേറ്റീവ് സ്പീഷീസ് ആണോ, ഇൻവേസീവ് ആണോ, എക്സോട്ടിക് ആണോ, അല്ലെങ്കിൽ അത് എത്രത്തോളം ഉണ്ട്, അതിൽ ഏതാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്, എന്തോരം അബണ്ടൻസ് ഇതിനുണ്ട്, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അത് തമ്മിലുള്ള ട്രോഫിക് ഇന്ററാക്ഷൻ, അവിടെയുള്ള ബാക്കി ഫോണ, എന്താ ചിത്രശലഭങ്ങളുണ്ടോ, ആംഫിബിയൻസ് ഉണ്ടോ, റിപ്റ്റൈൽസ് ഉണ്ടോ, ബേർഡ്സ് ഉണ്ടോ, ഇങ്ങനെ എല്ലാത്തിന്റെയും ഒരു പ്രോപ്പർ ഡോക്യുമെന്റ്. പ്ലസ് ഇതിനോടൊക്കെ കൂടെ നിൽക്കുന്നതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി അഥവാ സോഷ്യൽ ലൈഫ് എന്നും കൂടെ പറയുന്ന കാര്യം. ഇതിനോടൊക്കെ നമ്മളും മനുഷ്യനും ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ പറഞ്ഞ പോലെ ഒരു ത്രെഡ് ആണല്ലോ, നമ്മളും ഇവരായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പം മനുഷ്യന് നമ്മളെ ഒരേ ഒരു കാര്യം നമ്മൾ വ്യത്യാസം വരുത്തേണ്ടത്, മനുഷ്യനെ സെന്റർ ആക്കി വെക്കരുത് അല്ലെങ്കിൽ ഹ്യൂമൻസിനെ സെന്റർ ആയിട്ട് ചിന്തിക്കരുത്. പകരം അതിന്റെ ഒരു പാർട്ടായിട്ട് ചിന്തിക്കുമ്പോൾ മനുഷ്യനും ഇതുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു, നമ്മളിത് റീസ്റ്റോർ ചെയ്തത് കൊണ്ട് മനുഷ്യനും ഗുണമുണ്ടോ ബാക്കിയുള്ള ഫോണുകളെ പോലെ തന്നെ, അതുകൂടെ ചിന്തിച്ച് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് ഈ ബേസ് ലൈൻ എന്ന് പറയുന്നത്. ഈ ബേസ് ലൈൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു റെഫറൻസ് പോയിന്റ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനത് റീസ്റ്റോർ ചെയ്തെടുക്കുമ്പോൾ ചില കേസുകളിൽ നമുക്ക് ഹിസ്റ്റോറിക് ഡാറ്റ കിട്ടും. ഓക്കെ, പണ്ട് ഇവിടെ ഇത്രയും മരം ഉണ്ടായിരുന്നു, പണ്ട് ഇവിടെ അപ്പൊ നമുക്ക് നാട്ടിലൊക്കെ അന്യം നിന്ന് പോയി നമ്മുടെ മറ്റേ മരങ്ങള്, മറ്റേ മാവ്, നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ചപ്പിക്കുടിയൻ മാങ്ങ എന്നൊക്കെ നമ്മൾ പറയുന്നത്, ഇപ്പൊ അതൊന്നും കാണാനേ ഇല്ല. അപ്പൊ നമ്മളൊരു ഹിസ്റ്റോറിക് ഡാറ്റ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മുത്തച്ഛന്മാരും നമ്മുടെ പ്രായം നമ്മുടെ മുൻ തലമുറക്കാരും അവരൊക്കെ പറയും ഇന്ന മരം ഇവിടെ ഉണ്ടായിരുന്നു, ആ മരം ഞങ്ങൾ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്,
ഇങ്ങനെ ഒരു ചെടി ഉണ്ടായിരുന്നു, അത് ഇന്ന മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഒത്തിരി ഹിസ്റ്റോറിക്കൽ ഡേറ്റ കിട്ടും. ഈ ഡേറ്റ വെച്ചിട്ട് നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ഇക്കോസിസ്റ്റം എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാനും അതിനെ ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് തിരിച്ച് അതിനെ റീസ്റ്റോർ ചെയ്തെടുക്കാനും കുറച്ചുകൂടെ നന്നായിട്ട് അതിനെ റിവൈവ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. 2 ബയോ ഇൻഡിക്കേറ്റേഴ്സ്. നമ്മളിങ്ങനെ ഒരു ബേസ് ലൈൻ സ്റ്റഡി നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡേറ്റയാണ് ബയോ ഇൻഡിക്കേറ്റേഴ്സ്. അതായത് പലതരത്തിലുള്ള ബയോ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. നമ്മളൊരു ഇക്കോസിസ്റ്റത്തിനെ, ഒരു ആവാസ വ്യവസ്ഥയെ എടുക്കുമ്പോൾ അതിന്റെ ഹെൽത്തിനെ നമുക്ക് പറഞ്ഞു തരുന്ന അതിന് നമുക്ക് ഒത്തിരി ഇപ്പൊ നമ്മൾ ഓരോ ഉദാഹരണം വെള്ളത്തിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു അക്വാട്ടിക് സ്ഥലം അല്ലെങ്കിൽ ഒരു ബോഡി നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളമുള്ള ഒരു സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹെൽത്ത് അറിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ വെള്ളം എടുത്തു കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണം, ലാബിൽ കൊടുക്കണം. ഇതൊന്നും വേണ്ട. നമുക്ക് ബയോഡൈവേഴ്സിറ്റി ഓറിയന്റഡ് അത് വേണ്ട എന്നല്ല, പക്ഷെ നമുക്ക് കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ബയോഡൈവേഴ്സിറ്റി ഓറിയന്റഡ് ആയിട്ട് കൂടെ ഇത് ചെയ്യാം. അതായത് ഒത്തിരി ബയോ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും. ചില ചെടികളുണ്ട്, ആ ചെടികൾ ഇപ്പോൾ ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ അക്വാട്ടിക് വാട്ടർ ലില്ലി. ഈ വാട്ടർ ലില്ലിക്ക് നമ്മുടെ ആമ്പല് അത് ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളത്തിൽ അത് വളരില്ല. അപ്പൊ അതിന്റെ പ്രസൻസ് തന്നെ ഒരു വാട്ടർ ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. 2 നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കിങ്ഫിഷർ, പിന്നെ മാക്രോ ഇൻവെർട്ടിബ്രേറ്റ്സ്. ഈ മാക്രോ ഇൻവെർട്ടിബ്രേറ്റ്സിൽ തന്നെ പൊല്യൂഷൻ സെൻസിറ്റീവ് ആയിട്ടും ഈ മലിനീകരണത്തിന് അതിനെ പ്രതിരോധിക്കാൻ കഴിവുള്ളതുമായിട്ടുള്ള പൊല്യൂഷൻ ടോളറന്റ് ആയിട്ടുള്ള മാക്രോ ഇൻവെർട്ടിബ്രേറ്റ്സ് ഉണ്ട്. ഈ മാക്രോ ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ പ്രസൻസ് ആൻഡ് ആബ്സെൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ പൊല്യൂഷനെ അതിജീവിക്കാൻ കഴിവുള്ള മാക്രോ ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ് കൂടുതലായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ വെള്ളത്തിൽ പൊല്യൂഷൻ ഉണ്ടെന്നാണ്. പൊല്യൂഷൻ സെൻസിറ്റീവ് ആയിട്ടുള്ള, അതായത് ചെറിയൊരു മലിനീകരണം പോലും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ജീവികളെ നമുക്ക് കൂടുതൽ അവിടെ കാണാൻ പറ്റിയ അതിനർത്ഥം ആ വെള്ളം പൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ്. കാര്യം പൊല്യൂഷൻ ചെറിയ രീതിയിലെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത് താങ്ങാൻ പറ്റില്ല, അവരവിടെ ഉണ്ടാവില്ല, അവരുടെ പ്രസൻസ് കാണാവില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒത്തിരി ബയോ ഇൻഡിക്കേറ്റേഴ്സിനെ നമുക്ക് യൂസ് ചെയ്യാം. അതിന്റെ ഒരു ഗുണം, നമ്മൾ റിസ്റ്റോറേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ പുനരുജ്ജീവനം ചെയ്ത് കഴിയുമ്പോൾ ഈ ബയോ ഇൻഡിക്കേറ്റേഴ്സ് അവിടെ തിരിച്ചു വരുന്നുണ്ടോ, ഇവരുടെ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് വെച്ചിട്ട് നമുക്ക് റിസ്റ്റോറേഷന്റെ സക്സസിനെ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യമാണ് മോണിറ്ററിംഗ് ഫ്രെയിംവർക്ക്. ഇതും പലപ്പോഴും നമ്മുടെ റിസ്റ്റോറേഷൻ വർക്കുകളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. റിസ്റ്റോറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒറ്റ തവണ ചെയ്ത് തീർക്കുന്ന ഒരു കാര്യമല്ല, അതൊരു ലോങ് ടൈം പ്രോസസ് ആണ്. അതുപോലെ തന്നെ റിസ്റ്റോറേഷൻ ഒരിക്കലും വൺ സൈസ് ഫിറ്റ് ഫോർ ഓൾ അല്ല. അതായത് ഒരു തരത്തിലുള്ള ഒരു റിസ്റ്റോറേഷൻ നമുക്ക് എല്ലാവർക്കും അത് അങ്ങനെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഓരോ ഇക്കോസിസ്റ്റത്തിനും പലതരത്തിലുള്ള റിസ്റ്റോറേഷൻ മെഷേഴ്സ് ഉണ്ട്. ഓരോ റിസ്റ്റോറേഷനും പലതരത്തിലുള്ള മോണിറ്ററിങ്ങും വേണം. ഗ്ലോബലി നമുക്ക് ഈ പുനരുജ്ജീവന പ്രക്രിയയെ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള നല്ല ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഒരു മെഷേഴ്സ് ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ മെഷറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ലിവിങ് കമ്മ്യൂണിറ്റിയാണ്. അതായത് നമ്മൾ ഒരു പുനരുജ്ജീവനം ചെയ്തതിന് ശേഷം എത്രത്തോളം ബയോഡൈവേഴ്സിറ്റി അവിടെ തിരിച്ചു വന്നു. നമ്മുടെ കയ്യിൽ ആദ്യം പുനരുജ്ജീവനം ചെയ്യുന്നതിന് മുമ്പുള്ള ഡാറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അതിലിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 40% നേറ്റീവ് പ്ലാന്റ്സും 60% എക്സോട്ടിക് പ്ലാന്റ്സ് ആയിരുന്നു നമ്മൾ പുനരുജ്ജീവനം ചെയ്യുന്നതിന് മുമ്പ്. പുനരുജ്ജീവനം ചെയ്തതിന് ശേഷം 90% നേറ്റീവ് പ്ലാന്റ്സും ബാക്കി 10% മാത്രം എക്സോട്ടിക് പ്ലാന്റ്സും എന്ന് പറയുമ്പോൾ തന്നെ അവിടെ തന്നെ നമുക്ക് ആ ഒരു വിസിബിളി നമുക്ക് ആ റിസൾട്ട് കിട്ടും. പിന്നെ ഇതുപോലെ നമ്മൾ ഓരോ ജീവികളുടെയും അബണ്ടൻസും ഇതെല്ലാം കാണുന്നതിലൂടെ പുനരുജ്ജീവനം ചെയ്തതിന് ശേഷം അതിൽ മാറ്റം വന്നിട്ടുണ്ടോ, കുറവ് വന്നിട്ടുണ്ടോ, കൂടുതൽ വന്നിട്ടുണ്ടോ. കുറവ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് എവിടെയോ തെറ്റിപ്പോയിട്ടുണ്ട്. കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ഇന്റർവെൻഷൻസ് സക്സസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് അർത്ഥമാകുന്നത്. അപ്പൊ ഇതുപോലുള്ള മോണിറ്ററിംഗ് ഫ്രെയിം വർക്കുകൾ നമ്മൾക്ക് വേണം. നേരത്തെ പറഞ്ഞതുപോലെ ഒരു മരം കൊണ്ടുവരുന്നു, നടുന്നു, തിരിച്ചു പോകുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ആ മരം വളരുന്നുണ്ടോ, ആ മരം വളരുമ്പോ അതിനോട് അനുബന്ധിച്ച് മറ്റെന്തൊക്കെ കൂടെ വളരുന്നുണ്ട്, അല്ലെങ്കിൽ കൂടെ അതിന് മറ്റെന്തൊക്കെ ജീവികളുണ്ട്, എത്രത്തോളം അത് ഒരു ഫങ്ഷണൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആണ് എന്ന് കൂടെ അതിനെ അസസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്യുന്ന ഒരു കാര്യം കൂടെ നമ്മൾ ഈ പുനരുജ്ജീവനത്തിനോടൊപ്പം തന്നെ ചെയ്യേണ്ടതാണ്. ഇനി വാട്ട് ഗുഡ് റിസ്റ്റോറേഷൻ ലുക്ക് ലൈക്ക്. നല്ലൊരു റിസ്റ്റോറേഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ വേണം. ഏറ്റവും നല്ലൊരു റിസ്റ്റോറേഷന് നമ്മൾ ഇത്രയും നേരം പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ആദ്യം വേണ്ടത് ഒരു ഡിഫറെന്റ് വേ ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ചോദ്യങ്ങൾ വേറെ ഒരു രീതിയിൽ ചോദിച്ചു തുടങ്ങണം. ഞാൻ ഈ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിൽ ഉപരിയായിട്ട് ഈ ആവാസ വ്യവസ്ഥയെ
കൂടുതൽ ലൈവാക്കി മാറ്റാൻ, അല്ലെങ്കിൽ ഈ ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാക്സിമം പ്രൊഡക്ടിവിറ്റിയും ഫങ്ഷണാലിറ്റിയും ഉണ്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് കുറച്ചുകൂടെ ഞാൻ പറഞ്ഞ പോലെ ഡീപ്പ് ഇക്കോളജിക്കൽ മൈൻഡ് സെറ്റിലേക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻസിനെ നമ്മൾ മാറ്റാൻ സാധിക്കുമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് റീസ്റ്റോറേഷൻ ചെയ്തെടുക്കാൻ പറ്റും. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഒരു ഒരു ഭാഗം നമ്മൾ അതിനെ പുനരുജ്ജീവിപ്പിച്ചെടുക്കുമ്പോൾ, ഇപ്പൊ ഒരു കുളം നമ്മൾ അതിനെ നമ്മുടെ നാട്ടിലെ ഒരു കുളമാണെങ്കിൽ അതിനെ ക്ലീൻ ആക്കി എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഓക്കെ, ഈ കുളം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള കുട്ടികൾക്കൊക്കെ ഇവിടെ വന്ന് നീന്തൽ പഠിക്കാം, ഇവിടെയുള്ള ആൾക്കാർക്ക് മീനെ വളർത്താം, അതിൽ കവിഞ്ഞിട്ട് ഈ കുളം ഞാൻ വൃത്തിയാക്കി എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ കുളത്തിനെ ഞാൻ കൂടുതൽ എങ്ങനെ ഒരു സിസ്റ്റമാക്കി മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഇക്കോ സിസ്റ്റം ആക്കി മാറ്റാൻ പറ്റും. അതായത് ഞാൻ ഒരു തവണ ഇത് ക്ലീൻ ആക്കി, അല്ലെങ്കിൽ ഒരു തവണ ഇതിനെ പുനരുജ്ജീവനം ചെയ്തെടുത്തതിന് ശേഷം പിന്നെയും ഇതിന് പിറകെ ആരും വരാതെ വണ്ണം സ്വന്തമായിട്ട് റെസിലിയന്റ് ആയിട്ട് ഈ ഇക്കോസിസ്റ്റത്തിനെ ഞാൻ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നിടത്താണ് നമ്മുടെ റീസ്റ്റോറേഷനും സക്സസ്ഫുൾ ആയി മാറുക. അപ്പം അതിന് കുറച്ച് പ്രോസസ്സുകളുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ബേസ് ലൈൻ അസസ്മെന്റ് ആണ്. രണ്ടാമത് നമ്മളൊരു ബേസ് ലൈൻ അസസ്മെന്റ് നടത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് ഗ്യാപ്പ്, അല്ലെങ്കിൽ എവിടെയാണ് പ്രശ്നമുള്ളത്. പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. ഇപ്പോൾ ഒരു ഫോറസ്റ്റ് ആണ്, ഇപ്പൊ നമ്മളിപ്പം മുത്തങ്ങ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഒത്തിരി ഇൻവേഷൻ നടക്കുന്നുണ്ട്, മറ്റേ സെന്ന. ഇപ്പൊ നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ എന്താണ് പ്രശ്നം, ആ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗോള് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വെറുതെ അങ്ങ് പോയിട്ട് ഒരു ഏക്കർ ഏരിയ എനിക്ക് റീസ്റ്റോർ ചെയ്തെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞ് കുറെ നമ്മൾക്ക് കിട്ടുന്ന മരങ്ങളൊക്കെ കൊണ്ടുവച്ച് കഴിയുമ്പോൾ നമുക്ക് അവിടെ പ്രോപ്പർ ആയിട്ടൊരു ഗോളില്ല, അല്ലെങ്കിൽ നമുക്ക് ഇന്നത് ചെയ്തെടുക്കണം, ഇതുകൊണ്ട് എനിക്ക് ഇന്ന ഔട്ട്കം കിട്ടും എന്നുള്ളൊരു ചിന്ത നമുക്കില്ല. അപ്പൊ അതായത് നമ്മളവിടെ പ്രോബ്ലത്തിനെ പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യാതെ പോകുന്നു. അതിന് പകരമായിട്ട് നമ്മൾ പ്രോബ്ലം, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ തടസ്സം, അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് റീസ്റ്റോറേഷൻ ടാർഗറ്റ് ഡ്രൈവൺ ആക്കാൻ പറ്റും. അതായത് നമ്മൾ കുറച്ചുകൂടെ ഒരു ഓറിയന്റഡ് ആയിട്ട്, വെറുതെ നമ്മൾ ബ്രോഡായിട്ട് പോകുന്നതിനേക്കാൾ പകരം സ്പെസിഫിക് ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. അതുപോലെ സെറ്റിംഗ് റൈറ്റ് എക്സ്പെക്ടേഷൻ. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള, എനിക്ക് ഇത്ര രൂപ കൊണ്ട് എനിക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ കുറച്ച് ഇതിനെല്ലാം നമുക്ക് ഒരു മെയിൻ തടസ്സം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഫണ്ടിങ്സ് ആണ്. അപ്പൊ എന്റെ കയ്യിൽ ഇത്ര ഫണ്ട് കൊണ്ട് എനിക്ക് നേടാൻ പറ്റൂ എന്ന് ആദ്യമേ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ആദ്യമേ ആ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റീസ്റ്റോറേഷൻ അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്ത് അത് സക്സസ് ആക്കി എടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ സ്വപ്നം കണ്ട് അത്രയും നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് അത് സക്സസിലോട്ട് പറ്റാതെയാവും. അപ്പം ടാർഗറ്റ് ഡ്രൈവൺ ആയിരിക്കണം. അതുപോലെ ബയോ ഇൻഡിക്കേറ്റർ മോണിറ്ററിങ് കറക്റ്റ് ആയിട്ട് അത് നമ്മൾ ഇന്റർവെൻഷൻ നടക്കുന്ന സമയത്ത് എല്ലാം നമ്മളിത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഞാനൊരു പ്രവർത്തനം അവിടെ ചെയ്തു, അല്ലെങ്കിൽ ഞാനൊരു മരം അവിടെ കൊണ്ട് നട്ടു, അവിടെ ഉണ്ടായിരുന്ന ഒരു മരം മുറിച്ച് കളഞ്ഞിട്ട് പകരം ഞാനൊരു മരം കൊണ്ട് നടുമ്പോൾ ആ മരം നടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണം ഒന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ ഇന്റർവെൻഷൻ അവിടെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്റെ ഇന്റർവെൻഷന്റെ ശരിയായ ഉദ്ദേശം നടന്നില്ല. ഉടനെ അത് നമ്മൾ അഡാപ്റ്റീവ് മാനേജ്മെന്റിലേക്ക് മാറ്റണം. അതായത് നമ്മൾ പറയുന്ന പോലെ ഓരോ ഇക്കോസിസ്റ്റവും പല രീതിയിലാണ്. ഇക്കോളജി ഒരിക്കലും ഒരേ നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു കാര്യമല്ല. അപ്പം പല സിസ്റ്റങ്ങളും പല രീതിയിലാണ് പല പ്രഷറിനോടും അല്ലെങ്കിൽ പല തടസ്സങ്ങളോടും പൊല്യൂഷനോടായാലും പല രീതിയിലാണ് അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുക. അപ്പം നമ്മൾ ഒരു ഇന്റർവെൻഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ആ പ്രോപ്പർ ആയിട്ടുള്ള ബേസ് ലൈൻ ഡേറ്റയും എല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ ചെയ്യുന്നത് ശരിയായ ദിശയിലാണോ പോകുന്നത് അതോ അല്ലയോ എന്ന്. ശരിയായ ദിശയിലല്ല പോകുന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് തെറ്റ് തിരുത്താനുള്ള അവസരം ഉണ്ട്. നമ്മൾ ഒരിക്കലും തെറ്റ് തിരുത്താതെ മുന്നോട്ട് പോകരുത്. പക്ഷെ അപ്പം ആ ഒരു ശരിയായ ദിശയിലല്ല നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഉടനെ നമ്മൾ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യണം. നമ്മളുടെ ആ ഒരു ഇന്റർവെൻഷനെ നമ്മൾ റിജക്ട് ചെയ്തിട്ട് പുതിയൊരു ആൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ പുതിയൊരു സ്പീഷീസ് കൊണ്ടുവരിക. അങ്ങനെ ആൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ച് നമ്മൾ കൊണ്ടുവരിക. അപ്പം ഇത്തരത്തിൽ ഈ ഒരു 5 ബേസിക് സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ആ ഒരു റീസ്റ്റോറേഷന് കുറച്ചെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക്, ആ ഉദ്ദേശ ശുദ്ധിയിലേക്ക് എത്തിക്കാൻ പറ്റുക. നമ്മൾ ആരും ഒറ്റയടിക്ക് ഒറ്റ രാത്രി കൊണ്ട് ക്ലൈമറ്റ് മുഴുവൻ ഞാൻ മാറ്റാം, ഒറ്റ രാത്രി കൊണ്ട് ഒത്തിരി വ്യത്യാസം കൊണ്ടുവരാം, അങ്ങനെ നമ്മളൊരു സൂപ്പർ ഹീറോയിൻസ് ഒന്നും ആവണ്ട. പകരം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ തടസ്സങ്ങളുള്ളത് മാറ്റുക, ചെറിയ കണ്ടീഷൻ. അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ നമ്മളൊരു സൂപ്പർ ഹീറോ, നമ്മളൊരു സെൻട്രൽ ഫിഗർ ആയിട്ട് നിന്നുകൊണ്ട് ഞാൻ നേച്ചറിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യാം എന്നുള്ളേക്കാൾ ഉപരി ഞാനും നേച്ചറിന്റെ കൂടെ നിൽക്കാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് മാറണം. എനിക്കറിയില്ല എത്ര പേര് എന്നോട് കൂടെ നിൽക്കുന്ന കാര്യം. ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ ഐഡിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മളും, അതായത് നേച്ചറിന് സ്വയം ഹീൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്.
നമുക്കറിയാം നമ്മുടെ പ്രകൃതി സ്വയമായിട്ട് ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രകൃതിനെ ചൂഷണം ചെയ്ത് കൊണ്ടിരിക്കുന്ന ആ സ്പീഡിനനുസരിച്ച് ഹീൽ ചെയ്ത് വരാനുള്ള സമയം പ്രകൃതിക്ക് കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് നമ്മളൊരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കുക. നമ്മൾ മൊത്തം അതോറിറ്റി എടുക്കണ്ട, നമ്മൾ മൊത്തം എല്ലാ ഉത്തരവാദിത്വം എടുത്ത് നമ്മൾ എടുത്തിട്ട് ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം എന്ന് വേണ്ട. നമ്മള് പകുതി നമ്മൾ ചെയ്ത് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കുക നേച്ചറിന്. നേച്ചറിന് ഒപ്പം നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. അതായത് ഒപ്പം നടക്കുക, നേച്ചറിന് മുൻപേ നടക്കുകയല്ല, അല്ലെങ്കിൽ നമ്മൾ മുൻപ് പോയിട്ട് നേച്ചർ പിറകെ നമ്മൾ ലീഡ് ചെയ്യുന്ന ആ ഒരു രീതിയല്ല വേണ്ടത്. പകരം ഒപ്പം നടക്കുക. ഇക്കോസിസ്റ്റം നമ്മൾ ഓരോ സമയത്തും നമ്മളോട് സംസാരിക്കും. ഇപ്പൊ നമ്മൾ ഫീൽഡിൽ പോകുന്നവര് നമുക്കറിയാം, നമുക്ക് ഓരോ ചേഞ്ചസിന് നമ്മളോട് ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥ നമ്മളോട് ഇടപെടും, നമ്മളോട് സംസാരിക്കും, നമ്മളോട് പല രീതിയിൽ ഇപ്പൊ പറയുന്ന പോലെ ബയോ ഇൻഡിക്കേറ്റേഴ്സ് വഴിയായാലും പല രീതിയിൽ നമ്മളോട് ഇടപെടും. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒപ്പം നടക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അടുത്തത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്, അതായത് റൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നമ്മളൊരു പ്ലാന്റേഷൻ ഡ്രൈവ് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക, ഏത് സ്പീഷീസ് ആണ് നിങ്ങൾ നടുന്നത്, ബേസ് ലൈൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്പീഷീസ് ഇന്ന സ്ഥലത്ത് നിങ്ങൾ നടുന്നത്, എങ്ങനെയാ നിങ്ങൾ ഇത് നട്ട് കഴിയുമ്പോൾ ഇതിന്റെ സക്സസ് നിങ്ങൾ എങ്ങനെയാ മെഷർ ചെയ്യാൻ പോകുന്നത്, ഇത് ആര് മോണിറ്റർ ചെയ്യും. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം വെറുതെ നമ്മളൊരു കാര്യങ്ങൾക്ക് പോയി അതിൽ ഭാഗഭാക്കാകുക, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വരണം. അതുപോലെ ഓരോ ഇക്കോളജിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും നമ്മൾ ഓരോ മനുഷ്യരും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന്റെ ഒരു അക്കൗണ്ടബിലിറ്റി വേണം. ഓരോ കാര്യം ഓരോരുത്തരുടെയും കാശ് അല്ലെങ്കിൽ നമ്മൾ ടാക്സ് അടയ്ക്കുന്ന മണി, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇതിന്റെ ഫണ്ടിങ്ങുകളൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഇതിനെല്ലാം അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ വേണ്ടത് നമ്മൾ എപ്പോഴും സയൻസ് ലെഡ് റിസ്റ്റോറേഷൻ ആയിരിക്കണം. അതായത് നമ്മൾ ഈ ന്യൂസ് പേപ്പറുകളിൽ വരിക, ഫോട്ടോ എടുക്കുക, കുറെ ചെടികൾ കൊണ്ടുവന്ന് ഫോട്ടോ എടുത്ത് ന്യൂസ് പേപ്പറിൽ ഇടുന്ന അതിനേക്കാൾ ഉപരിയായിട്ട് ഞാനിത് എന്തിനും ചെയ്യുന്നു എപ്പോഴും സയൻസ് ബാക്ക്ഡ് ആയിരിക്കണം. പ്ലസ് റിപ്പോർട്ട്സ് ചോദിക്കുക, ഡേറ്റയ്ക്ക് വേണ്ടി ചോദിക്കുക. റീകണക്ട് വിത്ത് ലോക്കൽ നേച്ചർ. നമുക്ക് ഒത്തിരി ക്ലബ്ബുകളുണ്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ കൂട്ടായ്മകൾ. നമ്മൾ യുവാക്കൾക്കും യുവതികൾക്കും നമ്മൾക്ക് സ്വയമായിട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചുറ്റുപാടുകൾ, പണ്ട് അവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ ഏതാണ്, പണ്ട് അവിടെ ഉണ്ടായിരുന്ന ചെടികൾ ഏതാണ്, അല്ലെങ്കിൽ പണ്ട് ഇപ്പൊ നമ്മൾ ഈ ട്രഡീഷണൽ ഹീലേഴ്സിന്റെ ഒക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് അറിയാം, നമ്മള് പനി വരുമ്പോ പണ്ട് ഈ പനിക്ക് ട്രീറ്റ് ചെയ്യാൻ ഇന്ന ചെടിയാണ് ഉപയോഗിച്ചിരുന്നത്, ഇപ്പൊ ആ ചെടി കിട്ടാനില്ല. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ തിരിച്ചറിഞ്ഞ് റീകണക്ട് വിത്ത് ലോക്കൽ നേച്ചർ. ഇക്കോളജിക്കൽ ലിറ്ററസി ആണ് എപ്പോഴും നമ്മൾ ഇക്കോളജിക്കൽ കെയറിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് വരുന്നത്. അതുപോലെ നമ്മൾ എപ്പോഴും ഡിമാൻഡ് ചെയ്യണം ഫോളോ ത്രൂ. അപ്പം റിസ്റ്റോറേഷൻ നമ്മൾ ടൈറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ ആ 2 പിക്ചേഴ്സ് ഇപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ആദ്യത്തെ പിക്ചറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഈ ഒരു സ്പീഷീസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒരേപോലത്തെ സ്പീഷീസ് ആണ്. പ്ലാന്റേഷൻ ഡ്രൈവ് ആണ്. ഇവിടെ കൂടുതലും നമുക്കറിയാം. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ സ്വയം നിങ്ങൾക്ക് ചോദിക്കാം, ഇതിൽ എന്ത് ഇക്കോളജിക്കൽ റോളാണ് ഈ സ്പീഷീസ് അല്ലെങ്കിൽ ഈ മരം നടുന്നത്, ഈ ചെടികൾ നടുന്നതിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വലത്തെ സൈഡ് ഒരു മോണോകൾച്ചർ പ്ലാന്റേഷൻ നമുക്ക് കാണാം. പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാന്റേഷൻ കാണാം. ചെറിയ ചെടികൾ തുടങ്ങി വലിയ ചെടികൾ വരെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് വെച്ച് തന്നെ നമ്മുടെ ആ ഒരു എസ്തെറ്റിക്സ്, നമുക്ക് സ്വയം നമ്മുടെ പ്രകൃതിയിൽ സൗന്ദര്യം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ കുറവ് തന്നെയാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ സൗന്ദര്യബോധത്തിനനുസരിച്ച് പ്രകൃതിയെ വളച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാതെ പ്രകൃതിയുടെ സൗന്ദര്യം അതിൻ്റെതായ രീതിയിൽ ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു ഇക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി പ്രവർത്തക എന്നുള്ള രീതിയിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ട മനോഭാവം. അപ്പം നമ്മൾ ടൈറ്റിലിൽ പറഞ്ഞതുപോലെ തന്നെ റിസ്റ്റോറേഷൻ ഒരിക്കലും ഒരു നല്ല ഉദ്ദേശങ്ങൾ മാത്രം പോരാ. റിസ്റ്റോറേഷൻ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ അതിനെപ്പോഴും സയൻസ് വേണം, ക്ഷമ വേണം, പിന്നെ നമുക്ക് പ്രകൃതിയെ മുന്നോട്ട് വിട്ട് പ്രകൃതിയുടെ ഒപ്പം നടക്കാനുള്ള ആ ഒരു വിധേയത്വം കൂടെ നമുക്ക് വേണം. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. വളരെ ഷോർട്ട് ടൈമിൽ തന്നെ വളരെ മികച്ച ഒരു പ്രസന്റേഷന്റെ അടിസ്ഥാനത്തിൽ എന്താണ് റിസ്റ്റോറേഷൻ എന്ന രീതിയിലും അല്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രാധാന്യം എന്ന രീതിയിലും ഒക്കെ നമുക്കത് വളരെ മനോഹരമായി ഡോക്ടർ സാഗ്ന മാം പറഞ്ഞു തന്നു. സോ ഇനി നമുക്ക് ജസ്റ്റ് ഡിസ്കഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള സെഷനാണ്. സോ പാർട്ടിസിപ്പൻസിന് കൈമാറുകയാണ്. ഒരു ഡൗട്ട് ഒന്ന് ചോദിച്ചോട്ടെ? ഹലോ, ചോദിച്ചോളൂ. മാഡം, ഇതിന്റെ PDF ഉണ്ടോ മാഡം? ഈ പ്രസന്റേഷന്റെ PDF ഉണ്ടോ മാഡം? PDF ഇല്ല. PDF ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ മാഡം, നമ്പർ ഒന്ന് തരാമോ മാഡം?
ഞാൻ മെയിൽ ഐ ഡി ഞാൻ കൊടുത്തിട്ടുണ്ട്, PDF ഉണ്ടാവും, ഞാൻ അതിൽ ഷെയർ ചെയ്യാം. സാർ നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പ് വഴി അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, അത് മതി അത് മതി അത് മതി. മാഡം നന്നായിരുന്നു കേട്ടോ. വളരെ ഓക്കെ, കുറഞ്ഞ സമയം താങ്ക് യു. കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വളരെ നന്നായിട്ടുണ്ട്. നല്ല പ്രസന്റേഷൻ, നല്ല പ്രസന്റേഷൻ. ഇപ്പോഴത്തെ നിലവിലെ ഈ പരിസ്ഥിതി, കഴിഞ്ഞ ദിവസം ഞാനും പങ്കെടുത്തിരുന്നു 2-3 ചടങ്ങുകളിൽ. അവിടെല്ലാം ഈ മരങ്ങൾ നട്ടിട്ട് ചാമ്പ അങ്ങനെയൊക്കെ നട്ടിട്ട് ചുമ്മാതെ വെള്ളം ഒഴിച്ചു പോകുന്ന ഒരു രീതി. അവിടെ നമ്മൾ ഈ കാര്യം പറഞ്ഞു, ഇതിങ്ങനല്ല എന്നുള്ള കാര്യം പറഞ്ഞു. അത് ചെവിക്കൊണ്ടല്ല, അതും ഫോറസ്റ്റുകാരാണ്, അതാ രസം. അതാണ് കൂടുതലും അവിടെയാണ് നമുക്ക് ഒത്തിരി മാറ്റം വേണ്ടത്. അതെ, പക്ഷെ എന്തായാലും ഒരു ഗുണമുണ്ട്. ഞാനത് ROയോടും ACFനോടും പറഞ്ഞു. എന്തായാലും ഒരു പ്രാവശ്യം അക്കേഷ്യ ഒന്നും കൊണ്ടുവന്നില്ല. അതിനകത്തൊക്കെ സന്തോഷം. ഓക്കെ, ഒന്നുമില്ലെങ്കിലും കിളികൾ വന്ന് ചാമ്പയെങ്കിലും കഴിക്കുമല്ലോ, അത് അതെ കായ്ക്കുന്ന അതെ. സമയം. അതെ, സന്തോഷം. ഓക്കെ മാഡം, താങ്ക് യു. ഓക്കെ, മാഡം താങ്ക് യു. തീർച്ചയായിട്ടും PDF ഒന്ന് ഷെയർ ചെയ്യണേ കേട്ടോ. ശരി. ഓക്കെ. ഹലോ മാം. ഹലോ പറഞ്ഞോ. മാം, നമുക്കൊരു ഗവൺമെന്റിന്റെ ഒരു സ്ട്രോങ് വില്ലില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഗവൺമെന്റ് കുറെ ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് ക്ലിയറൻസ് കിട്ടാനും ബുദ്ധിമുട്ടാണ്. ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സയന്റിഫിക് കമ്മിറ്റി, നിങ്ങളെ പോലെ സയന്റിഫിക് കമ്മിറ്റി ഒരു ചെക്ക് ലിസ്റ്റ്, ഒരു ബുക്ക്ലെറ്റ് ഉണ്ടാക്കിയിട്ട് നേറ്റീവ് പ്ലാന്റ്സിന്റെ ലിസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റുമോ ഗവൺമെന്റിനെ? അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൈൻഡ് ആയിട്ട് ചെയ്ത പകരം ഇപ്പൊ മുമ്പ് സാർ പറഞ്ഞ പോലെ അവരെ ചാമലിന്റെ ചെയ്തു പറഞ്ഞിട്ട് ഒരു ലോക്കൽ നേറ്റീവ് പ്ലാന്റ്സിന് ഒരു ചെക്ക് ലിസ്റ്റോ ആയിട്ടോ ഒന്ന് അത് തന്നെ വിൽക്കണം, ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഫൗണ്ടേഷനിൽ തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. ഓക്കെ. എൻഡ് ഓഫ് ദ ഡേ ഗവൺമെന്റ് അവരിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ത്രൂ കുറെ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതെ, അല്ല, നമ്മൾ സജഷൻസ് കൊടുക്കാനേ അവരെ പറ്റുള്ളൂ. ഹലോ മാഡം, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഉവ്വ്. നമ്മുടെ കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് 2009 മുതൽ തന്നെ പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ PBR അതെല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷം അതിന്റെ 2ാം പതിപ്പ്, അതായത് ആദ്യം ചെയ്ത പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്ററിന്റെ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് 2ാമത്തെ ഒരു എഡിഷനും കൂടെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകൾ വെച്ച് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബേസിക് ഡേറ്റാസ് ഓൾറെഡി LSDകൾ, ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ വഴി ഓൾറെഡി ബയോഡൈവേഴ്സിറ്റി ബോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ബയോഡൈവേഴ്സിറ്റി ബോർഡ് പല സാഹചര്യങ്ങളിലും നോക്കൂത്തികളാണ്. അപ്പൊ പൊതുസമൂഹത്തിന്റെ ഇടപെടൽ എത്ര കണ്ട് താഴെത്തട്ടിൽ ഉണ്ടാകുന്നുവോ, ഇത്തരത്തിലുള്ള റെസ്റ്റോറേഷനുമായിട്ട് ബന്ധപ്പെട്ടും നശീകരണവുമായിട്ട് ബന്ധപ്പെട്ടും എത്തരത്തിൽ ഉണ്ടാകുന്നുവോ, എങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്പീഷീസുകളൊക്കെ തന്നെയും, പ്രത്യേകിച്ച് ഇക്കോസിസ്റ്റത്തെ, മാഡം നേരെ സൂചിപ്പിച്ച ഓരോ ഇക്കോസിസ്റ്റത്തെയും അതിന്റെ തനത് പ്രാധാന്യത്തോടുകൂടി അതിന്റെ ഫങ്ഷണൽ ഡൈവേഴ്സിറ്റി പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് നിലനിർത്തുന്നതിന് ആവശ്യമാകുന്ന ഒരു ഇടപെടൽ നടക്കാൻ ലോക്കൽ ബോഡീസ് വഴി ജനങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അത് ജനങ്ങൾ ഉണ്ടാകേണ്ട അവയർനെസ് ആണ്. ആ അവയർനെസ് കൃത്യമായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ, ജനങ്ങളിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ, പ്രത്യേകിച്ച് പുതിയ തലമുറ, 40 വയസ്സ് കഴിഞ്ഞവരോടൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പുതിയ തലമുറയോട്, യങ്സ്റ്റേഴ്സാണ് എന്റെയൊക്കെ മനസ്സിലെന്ന് വെച്ചാൽ യങ്സ്റ്റേഴ്സിൽ മാത്രമാണ് പ്രതീക്ഷ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിലൊക്കെ അവയർനെസ് എത്തിച്ചുകൊണ്ട് ഓൾറെഡി ചെയ്തെങ്കിൽ മാത്രമേ. ഇതിന്റെ എല്ലാ ഫുൾ ഡേറ്റാസ് ഉണ്ട്. കാരണം ഞാൻ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളെന്നുള്ള തരത്തിലാണ് ഞാൻ കൃത്യമായിട്ട് അത് പറയുന്നത്. എല്ലാ പ്രദേശങ്ങളുടെയും ഡേറ്റാസ് ഉണ്ട്. പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി എന്നാണ് അതിന് പറയുന്നത്. നമ്മളിപ്പോ എല്ലാ പഞ്ചായത്തിലും നമുക്കത് വേണം, ബയോഡൈവേഴ്സിറ്റി മോണിറ്ററിംഗ് കമ്മിറ്റി. അത് ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ നാട്ടിലാണ് അത് ഇന്ത്യയിൽ മൊത്തത്തിൽ അത് വേണമെന്നാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും, അതെ അല്ല മാഡം, കേരളത്തിൽ ഉണ്ട് കേരളത്തിൽ അത് നന്നായിട്ട് പോകുന്നുണ്ട്. അല്ല പക്ഷെ മാഡം, ഇവിടെ ഉണ്ട് ഞാൻ ഉണ്ട് അത് BMC എന്ന് പറയാം, ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് അതെ പറയുന്നത്. BMCകൾ അത് എല്ലാ LSGസിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. ഞാൻ ഉണ്ട്. രണ്ടിടത്ത് പിന്നെ എല്ലായിടത്തും ഉണ്ട്. 2009 മുതൽ അത് ചെയ്തിരുന്നു. 2019 മുതൽ അത് കർശനമാക്കി. പക്ഷെ എങ്കിൽ തന്നെയും പലയിടത്തും അത് ഇങ്ങനെ ഒരു നോക്കൂത്തിയായിട്ട് നിൽക്കുന്ന സാധനം. കാരണം അതിനകത്തൊരു മുട്ടൽ കമ്മിറ്റി ഉണ്ടാക്കി, മുട്ട വെച്ച് എഴുതിയൊരു കമ്മിറ്റി ഉണ്ടാക്കുന്നു. ഈ മേഖലയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാണ് വരുന്നത്. അതാണ് കമ്മിറ്റി പ്രശ്നം വരുന്നത്. അവിടെയാണ് ഒരു പ്രശ്നം. 11 മെമ്പേഴ്സ് കമ്മിറ്റിയാണ് വേണ്ടത്. അതിൽ സ്ത്രീകളുടെ പ്രാധാന്യം അങ്ങനെ കുറെ പറയുന്നുണ്ട്. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മൾ നാട്ടില് കേരളത്തിലെങ്കിലും അത് നടക്കുന്നുണ്ട്. ഞാൻ ഇവിടെ കർണാടകയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡിലൊക്കെ പോയപ്പം അങ്ങനെ ഒരു കമ്മിറ്റി അവരൊരു പേരിന് രൂപീകരിച്ചു വെച്ചു എന്നുള്ളതല്ലാതെ ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുകയൊന്നുമില്ല. അപ്പം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ അവർക്ക് ഒരു ക്ലാസ് എടുത്ത് കൊടുക്കാം, അതിന്റെ പ്രാധാന്യതയെ കുറിച്ചിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം എന്നുള്ളത്. അതുപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റും.
പിന്നെ വേറൊരു കാര്യം വരുന്നത് ഇപ്പൊ നേറ്റീവ് പ്ലാന്റ്സിലേക്ക് ഇപ്പൊ ഒത്തിരി പേര് തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മറ്റൊരു മെയിൻ പ്രശ്നം വരുന്നത് നേറ്റീവ് പ്ലാന്റ്സ് എങ്ങും കിട്ടാനില്ല എന്നുള്ളതാണ്. കാര്യം ഇപ്പോ നമ്മൾ ഓരോ വീടുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും എല്ലാവരും കൂടുതൽ ഓർണമെന്റ് പ്ലാന്റ്സിനൊക്കെയാണ് പ്രാധാന്യം അതെ കൊടുക്കുന്നത്. അപ്പൊ അതെ നമ്മുടെ നാട്ടു സസ്യങ്ങളെ ഇപ്പൊ ഞാൻ പറയുന്ന എക്സോട്ടിക് പ്ലാന്റ്സ് പൂർണ്ണമായിട്ടും നമ്മൾ തീരെ കൊള്ളില്ല എന്നുള്ളതൊന്നല്ല. കാര്യം എക്സോട്ടിക് പ്ലാന്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അവര് കാർബൺ ഫിക്സേഷൻ ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഞാൻ പറയുന്ന ഒറ്റയടിക്ക് നമ്മൾ എക്സോട്ടിക് പ്ലാന്റ്സിനെ മുഴുവൻ പറിച്ച് കളയണമെന്നൊന്നല്ല. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടു സസ്യങ്ങളെ നമ്മള് സംരക്ഷിച്ചില്ലെങ്കിൽ വേറെ ആരും അതൊന്നും ചെയ്യാൻ പോകുന്നില്ല. കാര്യം നമ്മുടെ നാട്ടില് ചെടികളെ നമ്മൾ മാത്രമേ സംരക്ഷിക്കുള്ളൂ, മറ്റുള്ള നാട്ടുകാർ വന്നിട്ട് അത് ചെയ്യില്ല. അപ്പൊ അതിനുള്ള ഒരു എഫേർട്ട് നമ്മളെങ്കിലും എടുത്തില്ലെങ്കിൽ അത് വേറെ ആരും ചെയ്യാൻ പോകില്ല. അപ്പൊ ആ ഒരു കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടെ അവയർനെസ് ഇപ്പം ഇനി നാട്ടു സസ്യങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും മെയിൻ പ്രശ്നം വരുന്നത് ലഭിക്കാനില്ല എന്നുള്ളതാണ്. ലഭ്യമാകുന്നില്ല. നമ്മുടെ നഴ്സറികളിൽ പോയാലും നമുക്ക് കൂടുതലും ഉള്ളത് ഈ എക്സോട്ടിക് ഈവൻ ഫ്രൂട്ട് പ്ലാന്റ്സ് പോലും പണ്ട് നമ്മുടെ നാട്ടിൽ നിന്നിരുന്ന നാട്ടു പഴങ്ങൾ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന അതൊന്നും ഇപ്പൊ കിട്ടാനില്ല. അതെ ഒക്കെ ഈ പുറത്തുനിന്ന് വരുന്ന എക്സോട്ടിക് ഫ്രൂട്ട്സ് അതിനാണ് കൂടുതൽ ഡിമാൻഡ്. അപ്പൊ അത് ആ ഒരു ചിന്താഗതി മാറണം. ഓരോ വീടുകളിൽ നിന്നും മാറ്റം വരണം നമ്മൾ പറയുകയാണെങ്കിൽ. അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ. ശരിയാണ്. ഇനി ആർക്കെങ്കിലും ആശയങ്ങൾ പങ്കുവയ്ക്കാനോ ചോദ്യങ്ങൾ ഉണ്ടെങ്കിലോ നമുക്ക് ചോദിക്കാം. ഇനി ഒന്നുമില്ലാന്ന് തോന്നുന്നു. ആർക്കും സംശയമില്ലാത്ത സ്ഥിതിക്ക് മാഡം ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഒരു റിക്വസ്റ്റ് ഓക്കെ 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 ആരും പറയത്തോണ്ട് പറഞ്ഞതാ. മാഡം ഇപ്പൊ ഓരോ ഇപ്പൊ ഒരു എക്കോസിസ്റ്റത്തിലെ ഓരോ സ്പീഷീസിനെ കുറിച്ച് മറ്റ് ക്ലാസ്സുകളിൽ തുടർന്ന് അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ റിക്വസ്റ്റ് ആണ്, ഓരോ സ്പീഷീസിന്റെ ഫങ്ഷണൽ ഡൈവേഴ്സിറ്റി, പ്രവർത്തന വൈവിധ്യത്തെ കുറിച്ച് ആ തരത്തിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ കുറെ കൂടെ ഉപകാരപ്രദമായിരിക്കും എന്ന് തോന്നുന്നു. നമ്മളിപ്പോ ഒരു ശരി. എക്കോസിസ്റ്റം മാത്രമാണല്ലോ ടോപ്പിക്, ഇതായതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. എന്തായാലും അത്തരത്തിൽ കൂടി മാഡം സ്പീഷീസ് വൈസ് ചെയ്യുമ്പോൾ ഫങ്ഷണൽ ഡൈവേഴ്സിറ്റി എന്നുള്ള തരത്തിലേക്ക്, ധർമ്മം എന്നതിലുപരി ഫങ്ഷണൽ ഡൈവേഴ്സിറ്റി എന്നുള്ള തരത്തിലേക്ക് ചെയ്യണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു മാം. അപ്പോൾ ഇനി ഇപ്പം വളരെ ഷോർട്ട് ടൈമിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സെഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ടൈമിൽ ഇപ്പോൾ സാർ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ച് നെക്സ്റ്റ് സെഷൻ നമ്മൾ സ്വയം കാലങ്ങളിൽ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു സെഷന്റെ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എൻവയോൺമെന്റൽ ആൻഡ് ഹ്യൂമാനിറ്റി ഫൗണ്ടേഷന്റെ പ്രതിനിധി കൂടിയായ അലി അക്ബർ അവർകളെ ക്ഷണിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ സാഗ്ന മാഡത്തിന് ഒരു വലിയ നന്ദി രേഖപ്പെടുത്താണ്. കാരണം റീതിങ്കിങ് റീസ്റ്റോറേഷൻ എന്നുള്ളൊരു ടോപ്പിക്കിൽ, ഒരു ലേബലിൽ റീസ്റ്റോറേഷൻ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ഉള്ള അപാകതകൾ എന്തൊക്കെയാണ്, ഏത് രീതിയിൽ അത് മുന്നോട്ട് പോകണം, എന്തുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല, എന്തിനാണ് റീസ്റ്റോറേഷൻ, ഒരു ബേസിക് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ആസ് എ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി തരാൻ മാഡത്തിന് സാധിച്ചിട്ടുണ്ട്. എൻവയോൺമെന്റ് ആൻഡ് ഹ്യൂമാനിറ്റി ഫൗണ്ടേഷന്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇത്രയും സമയം, വളരെ കുറഞ്ഞ സമയമാണെങ്കിലും ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന പ്രേക്ഷകർക്കും എൻവയോൺമെന്റ് ആൻഡ് ഹ്യൂമാനിറ്റി ഫൗണ്ടേഷന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ വരുന്ന ഓരോ സെഷൻസും കൂടുതൽ ഉപയോഗപ്രദമായിരിക്കും എന്നുള്ള ഉറപ്പും കൂടി ഈ സമയത്ത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു എവരി വൺ. താങ്ക് യു മാം. താങ്ക് യു.